ഇങ്ങനെ ഒരു ഒളുവിൽ 6 പ്രാവശ്യം ഈ പ്രവൃത്തി നടക്കുന്നുണ്ട് എങ്കിൽ 5 പ്രാവശ്യം ഒളു കൊടുക്കുന്നതോടുകൂടി 30 പ്രാവശ്യം അവൻ്റെ കൈകളും ഒരു 15 പ്രാവശ്യം വായിൽ വെള്ളം കുപ്പിളിക്കുക, മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുക, ഇതൊക്കെ ചെയ്യുന്നുണ്ട്. ഇത്തരം സുന്നത്തുകൾ മിസ്വാക്ക് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. നാം ഒക്കെ മിസ്വാക്ക് ചെയ്യുന്നുണ്ട്, പക്ഷേ അതിൻ്റെ നിയ്യത്തില്ലാത്തത് കൊണ്ട് അതിൻ്റെ കൂലിയൊക്കെ നഷ്ടപ്പെട്ടു പോകുന്നു. രാവിലെ എണീറ്റ ഉടനെ കിടക്കുമ്പോൾ മിസ്വാക്ക് ചെയ്യാത്തവരായി ആരുമില്ല. രാവിലെ എണീറ്റ് മിസ്വാക്ക് ചെയ്യുന്നു, തൊട്ടടുത്ത് മിസ്വാക്ക് ചെയ്തുകൊണ്ട് അവിടെ വെച്ചുകൊണ്ട് ഒളു ചെയ്യുന്നു. ഒളു ചെയ്യുമ്പോൾ മുൻകൈ കഴുകിക്കഴിഞ്ഞാൽ മിസ്വാക്ക് ചെയ്യൽ അത് വളരെ സുന്നത്തുള്ളൊരു കാര്യമാണ്. പക്ഷേ അത് അശ്രദ്ധ കൊണ്ടോ എന്തോ അത് ചെയ്യാതെ പോകുന്നു. മുൻകൈ കഴുകി കഴിഞ്ഞാലും ആ തൊട്ടടുത്ത് വെച്ച മിസ്വാക്ക് എടുത്തുകൊണ്ട് ബ്രഷ് ചെയ്യൽ ഒരു പ്രത്യേക സുന്നത്താണ്. ഇത്തരം സുന്നത്തുകളൊക്കെ മൻ തമസ്സക ബിസുന്നത്തി ഇൻദ ഫസാദി ഉമ്മത്തി ഫലഹു അജ്റു മിഅത്തി ഷഹീദ് എന്ന് പ്രവാചകൻ പറഞ്ഞ കാലഘട്ടത്തിലൂടെയാണ് നാം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് സുന്നത്തുകളൊക്കെ ജീവിതത്തിൽ കഴിവിൻ്റെ പരമാവധി പകർത്താൻ എന്നോടും ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരോടും ഞാൻ ഉപദേശിച്ചുകൊണ്ട് ഈ പരിപാടിയിലേക്ക് സ്വാഗതം പറയുക എന്നുള്ള കർമ്മത്തിലേക്ക് കടക്കുന്നു. ഈ പരിപാടിയിൽ അധ്യക്ഷത വഹിക്കുന്ന സ്ഥാപനത്തിൻ്റെ മാനേജർ അവറുകളെ ഈ പരിപാടിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടിയുടെ ഔപചാരിക ഉദ്ഘാടനം നടത്തുന്ന ബഹുമാനപ്പെട്ട ഉസ്താദിനെ ഈ പരിപാടി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഇവിടെ എത്തിയ PTA പ്രസിഡന്റ്, ട്രസ്റ്റ് മെമ്പർ, ഈ പരിപാടിയിൽ വീക്ഷിക്കുന്ന ഒരുപാട് ഉസ്താദുമാർ എല്ലാവരെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ബഹുമാനപ്പെട്ട സ്ഥാപനത്തിൻ്റെ മാനേജറെ അധ്യക്ഷ സ്ഥാനത്തേക്ക് ക്ഷണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഉദ്ഘാടനം ചെയ്യാനായി ആദരണീയനായ ഉസ്താദിനെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. സദഖല്ലാഹുൽ അലിയ്യുൽ അളീം വസദഖ വബല്ലഗ റസൂലുഹുൻ നബിയ്യുൽ കരീം വനഹ്നു അലാ ദാലിക മിനശ് ശാഹിദീന ശാകിരീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ബഹുമാനമുള്ള നേതാക്കളെ, മർക്കസുൽ ഹിദായ ട്രസ്റ്റി മെമ്പേഴ്സുമാരെ, ഈ സ്ഥാപനത്തിൻ്റെ ശാലതി ബഹുമാന്യനായിരിക്കുന്ന പ്രിൻസിപ്പൽ അബ്ദുറഹ്മാൻ സാഹിബ്, മറ്റ് ബഹുമാന്യരായ ശബ്ദം ശ്രവിച്ചു കൊണ്ടിരിക്കുന്ന രക്ഷിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, അൽഹംദുലില്ലാഹ്, ജനകോടികൾ മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനം ആഘോഷിക്കുകയാണ് ലോകത്തിൻ്റെ സർവ്വഭാഗങ്ങളിലും. മുസ്ലിങ്ങൾ താമസിക്കുന്ന ഏതേത് ഭാഗങ്ങളുണ്ടോ അവിടങ്ങളിലെല്ലാം മീലാദ് നടന്നുകൊണ്ടിരിക്കുകയാണ്. പുണ്യ റബീഇൻ്റെ ആരംഭം മുതൽ ഇൻഷാ അല്ലാഹ് റബീഉൽ അവ്വൽ അവസാനം വരെ തുടരും. ഈ മഹത്തായ ചര്യയിലും പ്രോഗ്രാമിലും ഹിദായ നഗർ അണിചേരുകയാണ്, സാന്നിധ്യം കൊണ്ട് സഹകരിക്കുകയാണ്. ഈ മഹത്തായതായിരിക്കുന്ന പുണ്യകർമ്മം നാളെ പരലോകത്ത് ഹബീബിൻ്റെ ശഫാഅത്ത് കരസ്ഥമാക്കാൻ നമുക്ക് ഹേതുവായി തീരട്ടെ എന്നാഗ്രഹിക്കുകയും ആത്മാർത്ഥമായി അതിന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഹിദായ സ്ഥാപനങ്ങളുടെ വിദ്യാർത്ഥികൾ, വിശിഷ്യാതിൻ്റെ പ്രധാന യൂണിറ്റുകളിലൊന്നായ മൗലാന ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, അതിലെ വിദ്യാർത്ഥികളും രക്ഷിതാക്കന്മാരും ഈ മഹത്തായ സുദിനത്തിൽ പങ്കുചേരുകയാണ്.
വ്യത്യസ്തങ്ങളായിരിക്കുന്ന പരിപാടികൾ ഇൻഷാ അല്ലാഹ് ഇവിടെ നടക്കും. നബിയെ വാഴ്ത്തുകയും പ്രശംസിക്കുകയും ചെയ്യുന്നതോടുകൂടെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുസുന്നത്ത് അത് ജീവിതത്തിൽ പകർത്താൻ ഈ അവസരം ഒരു നിമിത്തമാകുകയും അത് ജീവിതത്തിൽ ഉടനീളം നിലനിർത്താൻ വേണ്ടി നാം ശ്രമിക്കുകയും ചെയ്യണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. മൻ തമസ്സക ബിസുന്നതി ഇൻദ ഫസാദി ഉമ്മതി ഫലഹു അജ്റു മിഅത്തി ഷഹീദിൻ. സുന്നത്ത് സ്വീകരിക്കാനും ജീവിതത്തിൽ പകർത്താനും ആളുകൾ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ആരെങ്കിലും സുന്നത്തിനെ മുറുകെ പിടിക്കുകയും അത് ജീവിതത്തിൽ പകർത്തുകയും ചെയ്താൽ ഫലഹു അജ്റു മിഅത്തി ഷഹീദിൻ, ഇസ്ലാമിനെ രക്ഷിക്കാൻ ആദ്യകാലങ്ങളിൽ സമരം നടത്തിയതായിരിക്കുന്ന ശുഹദാഇൻ്റെ പട്ടികയിലേക്ക് അവനിക്ക് ഉയരാൻ കഴിയും. ആ ശുഹദാഇൻ്റെ കൂലി അവനിക്ക് ലഭിക്കും. കാരണം ശുഹദാ ചെയ്തത് മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രചരിപ്പിച്ച ദീനിനെ സംരക്ഷിക്കുകയും നിലനിർത്തുകയും ചെയ്യാൻ വേണ്ടി സമരം നടത്തുകയായിരുന്നു. സുന്നത്തിനെ അനുധാവനം ചെയ്ത് സ്വീകരിക്കുന്ന നാം അത് നിലനിർത്താൻ വേണ്ടി ശ്രമിക്കുകയാണ്. സമാനമായ രണ്ട് ചിന്താഗതിയും രണ്ട് ത്യാഗവും. അതുകൊണ്ട് രണ്ടിനും ആദ്യകാല സംരക്ഷകന്മാരുടെ പദവിയിലേക്ക് ഉയരാനും അവരുടെ കൂലി ലഭിക്കാനും മഹത്തായതായിരിക്കുന്ന സുന്നത്ത് ജീവിതത്തിൽ പകർത്തുന്നത് കാരണമാകുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് രക്ഷിതാക്കന്മാർ, ബഹുമാന്യരായതായിരിക്കുന്ന കാരണവന്മാർ, മാതാപിതാക്കൾ നമ്മുടെ പിഞ്ചോമനകളെ സുന്നത്തിൽ അധിഷ്ഠിതമായി വളരാൻ നിങ്ങൾ ഓരോരുത്തരും ശ്രമിക്കണം. സുന്നത്തുകൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ നിർദ്ദേശിക്കുകയും വേണം. സ്വാഗത പ്രസംഗത്തിൽ നാം അത് മനസ്സിലാക്കി. ഒരു മുഅ്മിൻ ഒരു ദിവസം 30 പ്രാവശ്യമല്ല 60 പ്രാവശ്യമാണ് കൈ കഴുകിക്കൊണ്ടിരിക്കുന്നത്. ഗവൺമെൻറ് കയ്യും വായും കഴുകണം എന്ന് നിർദ്ദേശിക്കുന്നതും നിഷ്കർഷിക്കുന്നതും ഇപ്പോഴാണെങ്കിൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സുന്നത്ത് നടപ്പാക്കാൻ നമ്മെ പ്രോത്സാഹിപ്പിക്കുകയും നിർദ്ദേശിക്കുകയും ചെയ്തത് നാം ഓർക്കുകയാണ്. ഒരിക്കൽ കഴുകണം എന്നല്ല, കൂടെ കൂടെ കഴുകണം എന്ന് നിർദ്ദേശിക്കുമ്പോൾ 60 തവണ കൈ കഴുകണം എന്നാണ് ഇസ്ലാം നിർദ്ദേശിക്കുന്നത്. കൂടെ കൂടെ വായ ശുദ്ധിയാക്കണം എന്ന് പറയുമ്പോൾ മിനിമം 30 തവണയെങ്കിലും വായയും മൂക്കും കഴുകണമെന്നാണ് ഇസ്ലാം നിർദ്ദേശിക്കുന്നത്. ഇസ്ലാമിൻ്റെ പ്രസക്തിയാണ് ഇതിൽ നമുക്ക് ഊഹിക്കാൻ കഴിയുന്നത്. ലോകം കൊറോണയിൽ വിഷമിച്ച സമയത്ത് ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചുകൊണ്ടിട്ടും കണ്ടെയ്ൻമെൻറ്റ് സോണുകൾ സ്ഥാപിച്ചുകൊണ്ടിട്ടും ആ രോഗത്തെ പ്രതിരോധിക്കാൻ ശ്രമിക്കുമ്പോൾ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ആ കാര്യം ഇവിടെ നടപ്പിലാക്കിയിട്ടുണ്ടായിരുന്നു. ഇതാ സമയത്തും ബിൽ വബ, കോളറ, കൊറോണ പോലെയുള്ളതായിരിക്കുന്ന രോഗം ഒരു നാട്ടിലുണ്ട് എന്ന് നിങ്ങൾ കേട്ടാൽ ആ നാട്ടിലേക്ക് നിങ്ങൾ പോകാൻ പാടില്ല. നിങ്ങളെ നാട്ടിൽ അത് സംഭവിക്കുകയാണെങ്കിലോ നിങ്ങൾ അവിടുന്ന് പോകാനും പാടില്ല. നമ്മുടെ വീട്ടിൽ, നമ്മുടെ മഹല്ലിൽ, നമ്മുടെ രാഷ്ട്രത്തിൽ അത് സംഭവിച്ചാൽ ആ രോഗവാഹികളായി അന്യനാടിലേക്ക് നാം സഞ്ചരിക്കാൻ പാടില്ല. ഏതെങ്കിലും ഒരു നാട്ടിൽ ഈ മാരകരോഗം പിടിപെടുകയും വിഷമിക്കുകയും ചെയ്യുകയാണെങ്കിൽ ആ നാട്ടിലേക്ക് നിങ്ങൾ ചെന്നുകൊണ്ട് അതിൻ്റെ രോഗവാഹകരായി നിങ്ങൾ തിരിച്ചു വരാൻ ഹേതുവാകും. അതുകൊണ്ട് പോവുകയും അരുത്. ഇതിൽ പരം ആരോഗ്യപരമായതായിരിക്കുന്ന സംരക്ഷണം മറ്റെന്താണുള്ളത്? ഒരു കാലത്ത് പെൺമക്കളെ ജീവനോടുകൂടെ കുഴിച്ചു മൂടിയിരുന്ന കാലത്ത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിശുദ്ധ ഖുർആൻ അതിനെ വിലക്കുകയും
നിശിതമായി വിമർശിക്കുകയും ചെയ്തു. വൈദൽ മൗഊദത്തു സുഇലത്ത് ബിഅയ്യി ദംബിൻ ഖുതിലത്ത്, പൊന്നുകുഞ്ഞെ, പൊന്നുമോളെ, എന്തിനാണ് നിഷ്ഠൂര കൃത്യത്തിന് നിന്നെ ഇവർ വിധേയമാക്കിയത്? എന്തിനാണ് കൊല ചെയ്തത്? നീ ഒരു പാപവും ചെയ്തിട്ടില്ലല്ലോ, ഒരു കുറ്റവും ചെയ്തിട്ടില്ലല്ലോ, എന്നിട്ടും അവർ നിന്നെ കൊല ചെയ്തല്ലോ, എന്തിനാണത് എന്ന് പരലോകത്തിൽ പരിശുദ്ധ റഹ്മാനായ റബ്ബിൻ്റെ കോടതിയിൽ ഇത് ചോദ്യം ചെയ്യപ്പെടുമെന്ന് പരിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അതേ അവസരം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉണർത്തിയത് 2 കുട്ടി അല്ലെങ്കിൽ 3 പെൺമക്കൾ ഒരാൾക്കുണ്ടാവുകയും അവരെ സംരക്ഷിച്ച് വളർത്തി അവരെ സംസ്കാരമുള്ളവരാക്കുകയും നല്ലവരാക്കി തീർക്കുകയും ചെയ്താൽ ഫലഹുൽ ജന്ന, അവനിക്ക് സ്വർഗമുണ്ടെന്നാണ്. പെൺകുട്ടികളെ വളർത്തുന്നതും അവരെ പ്രാപ്തരാക്കുന്നതും സംസ്കാര സമ്പന്നരാക്കുന്നതും സ്വർഗത്തിൽ ഇടം നൽകാൻ, ഇടം ലഭിക്കാൻ കാരണമായി തീരുമെന്നാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിർദ്ദേശം. വനിതാപക്ഷം നിൽക്കുന്ന രാഷ്ട്രീയക്കാർ, അതിൻ്റെ പ്രചാരകർ, പ്രബോധകന്മാർ നാം ഈ കാര്യത്തെക്കുറിച്ച് ആലോചിക്കേണ്ടതാണ്. അവർ ഈ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കേണ്ടതാണ്. മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ ഈ നിർദ്ദേശത്തേക്കാൾ വലിയ ഒരു നിർദ്ദേശം ആരാണ് ഈ ലോകത്ത് നടത്തിയിരിക്കുന്നത്? പെണ്ണിനെ സംരക്ഷിക്കുന്നത് സ്വർഗപ്രവേശനത്തിന് ഇടം നൽകുന്ന മഹത്തായ പുണ്യകർമ്മമാണ് എന്ന് ലോകത്ത് ഏത് സമൂഹമാണ് പറഞ്ഞിരിക്കുന്നത്? മറ്റേത് നേതാക്കൾ ആണ് ഉദ്ഘോഷിച്ചിരിക്കുന്നത്? ഇങ്ങനെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വചനങ്ങളും വാക്കുകളും പ്രവർത്തനവും പരിശോധിച്ചാൽ ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം അത് തികച്ചും അനുകരണീയമാണെന്ന് കണ്ടെത്താൻ കഴിയും. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ, അള്ളാഹു പറയുന്നു, അങ്ങ് ഈ ലോകത്തിൻ്റെ നന്മ മാത്രമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നന്മ ചെയ്യാൻ വേണ്ടി മാത്രമാണ് നിങ്ങളോട് അള്ളാഹു തആല നിർദ്ദേശിച്ചിരിക്കുന്നത്. കുൽ അമറ റബ്ബി ബിൽ ഖിസ്ത്, ജനങ്ങളോട് നിങ്ങൾ പറയണം, ലോകത്തോട് പറയണം, അമറ റബ്ബി ബിൽ ഖിസ്ത്, നീതി നടപ്പാക്കണം എന്ന് മാത്രമാണ് എൻ്റെ റബ്ബ് എന്നോട് പറഞ്ഞിരിക്കുന്നത്. അന്യായമായ ഒരു കാര്യം ചെയ്യാൻ പാടില്ല. തികച്ചും നീതിയിൽ അധിഷ്ഠിതമായി ജീവിക്കണമെന്നും അത് നടപ്പിലാക്കണമെന്നും മാത്രമാണ് പരിശുദ്ധ ഖുർആൻ എന്നോട് പറഞ്ഞിരിക്കുന്നത്. റഹ്മാനായ പ്രപഞ്ചത്തിൻ്റെ റബ്ബ് എന്നോട് പറഞ്ഞിരിക്കുന്നത് ഇതായിരുന്നു പരിശുദ്ധ ഖുർആനിലെ നിർദ്ദേശം. ഇതായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതശൈലി. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ, സഹോദരന്മാർ, പ്രത്യേകിച്ച് മൗലാന ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥിനികൾ, അവരുടെ മാതാപിതാക്കൾ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ തിരുസുന്നത്തിനെ ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കണം. അതാണ് മഹത്തായ സ്ഥാപനം നമ്മുടെ മക്കൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന ഉപദേശം. അതാണ് ഈ മഹത്തായതായിരിക്കുന്ന സ്ഥാപനത്തിൻ്റെ ദൗത്യം. മർക്കസുൽ ഹിദായ, നേർമാർഗത്തിൻ്റെ കേന്ദ്രം എന്നാണ് ഈ സ്ഥാപനത്തിൻ്റെ പേര്. അതുകൊണ്ട് ഹിദായത്തിൻ്റെ മാർഗങ്ങൾ ഏത്, അതിൻ്റെ വഴികൾ ഏത് എന്നാണ് ഇവിടെ പഠിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതാണ് ഇവിടെ പ്രചരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്തായ മീലാദ് സുദിനത്തിൽ അയവറക്കുന്നതും ഉണർത്തുന്നതും പഠിപ്പിക്കുന്നതും. ഇതിൽ പങ്കാളികളാകാൻ കഴിഞ്ഞവർ വലിയ സൗഭാഗ്യവാന്മാരാണ്. വലിയ മഹത്തായതായിരിക്കുന്ന നേട്ടത്തിൻ്റെ ഉടമകളാണ്. ഇത് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലങ്ങളിൽ നിന്ന് അമൂല്യമായതായിരിക്കുന്ന ഹൗദുൽ കൗസറിൽ നിന്ന് പാനം ചെയ്യാൻ ഇടവരുത്തുന്നതായിരിക്കുന്ന മഹത്തായ സൽക്കർമ്മമാണ്. നബിയുടെ ജിവാറിൽ ചാലത്തെത്താൻ കാരണമാകുന്നതായിരിക്കുന്ന നന്മയാണ്. അതുകൊണ്ട് ഇതിൽ സംഘടിപ്പിച്ചവരും മഹത്തായ സ്ഥാപനത്തിൻ്റെ സാരഥികളും എല്ലാവരും വലിയതായിരിക്കുന്ന നേട്ടത്തിൻ്റെ ഉടമകളാണ്, സൗഭാഗ്യത്തിൻ്റെ ഉടമകളാണ്. അള്ളാഹു ഇനിയും ധാരാളം തവണ ആവർത്തിക്കാൻ നമുക്ക് തൗഫീക്ക് നൽകുമാറട്ടെ.
നാശിക്കുകയും ദുആ ചെയ്യുകയും ചെയ്തുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ എന്ന തിരുവചനത്തിൽ ഈ വാക്ക് ഉദ്ഘാടനം ചെയ്തിരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വേദിയിലിരിക്കുന്ന ബഹുവന്യരായ അൽ ഹിദായ ട്രസ്റ്റിൻ്റെ സാരഥികളായ എം മൗലവി, സൈനുദ്ദീൻ സാഹിബ്, സ്ഥാപനത്തിൻ്റെ പ്രിൻസിപ്പൽ അബ്ദുറഹ്മാൻ സാർ, PTA പ്രസിഡന്റ് സിദ്ദീഖ് സാഹിബ്, സദർ ഉസ്താദ് മൊയ്തീൻ മുസ്ലിയാർ, മുഖ്യപ്രഭാഷണം നടത്തുന്ന മുഹമ്മദ് അലി ബുഖാരി, വേദിയിൽ ശബ്ദം ശ്രവിക്കുന്ന മർക്കസുൽ ഹിദായ മൗലാന ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ വിദ്യാർത്ഥികൾ, രക്ഷിതാക്കൾ, സഹോദരി സഹോദരന്മാരെ, ലോകമെങ്ങും അന്ത്യപ്രവാചകർ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം വിവിധ തരത്തിൽ ആഘോഷിക്കുകയാണ്. നമ്മുടെയൊക്കെ ജീവിതകാലത്ത് കഴിഞ്ഞുപോയ കാലങ്ങളിൽ വളരെ വിപുലമായി ലോകമെങ്ങും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം ആഘോഷിച്ചു പോന്നിരുന്നു. ഈ പ്രത്യേക സാഹചര്യത്തിനനുസരിച്ച് ഇപ്പോഴും ആ ആഘോഷവും അതുപോലെയുള്ള പരിപാടികളൊക്കെ പരിമിതമായിട്ടാണെങ്കിലും നടന്നു വരുന്നുണ്ട്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഇബാദത്ത് കൂടിയാണ്. കേവലം ഏതെങ്കിലും ഒരു നേതാവിൻ്റെ ജന്മദിനം ആഘോഷിക്കപ്പെടുന്നത് പോലെ ഇതൊരു ചടങ്ങ് എന്നതല്ല. സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൽ വളരെ അനിവാര്യമായതും ഒഴിച്ചുകൂടാൻ പറ്റാത്തതുമായ ഒരു ഇബാദത്ത് കൂടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഓർക്കലും അവിടുത്തെ ചര്യ പിൻപറ്റലും അവിടുത്തോടുള്ള സ്നേഹം പ്രകടിപ്പിക്കലുമൊക്കെ അതിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ ഈ വേളയിൽ നമുക്കറിയാം, എത്രയോ ആളുകൾ ഒരുമിച്ച് കൂട്ടി, പ്രത്യേകിച്ച് നമ്മുടെ വിദ്യാർത്ഥികളൊക്കെ ഒരുമിച്ച് കൂട്ടി മുന്നിലിരുത്തിക്കൊണ്ട് നടത്തേണ്ടുന്ന ഈ ഒരു പരിപാടി, ഈ ഒരു സാഹചര്യത്തിൽ നാമൊക്കെ ഇതിൻ്റെ പരിമിതി മനസ്സിലാക്കി നമുക്ക് ഇപ്പോൾ ഇത് എങ്ങനെ കാണാൻ കഴിയുന്നു, കേൾക്കാൻ കഴിയുന്നു, അത് ഉപയോഗപ്പെടുത്തി ഈ പരിപാടി കഴിയുന്നതുവരെ നിങ്ങളെല്ലാവരും കേൾക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യണമെന്ന് ആദ്യമായി നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ നാട്ടിൽ, നമ്മുടെ രാജ്യത്ത്, ലോകത്ത് തന്നെ മനുഷ്യരാശിക്ക് ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്ന കോവിഡ്-19 ഇത് നമ്മെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കുകയും ഒരുപാട് നമ്മെ ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന ഒരു വൈറസാണ്. നമുക്കറിയാം, ഒരുപാട് കാര്യങ്ങളിൽ നമ്മളെ നിയന്ത്രിച്ചു. ആർക്കും നിയന്ത്രിക്കാൻ കഴിയാത്ത, ആര് പറഞ്ഞാലും കേൾക്കാത്ത, എല്ലാവരെയും ഇരുത്തേണ്ടിടത്തിരുത്തി നമ്മെ പാഠം പഠിപ്പിച്ചിരിക്കുകയാണ്.
നമുക്കൊരിക്കലും സങ്കല്പിക്കാൻ പോലും കഴിയില്ലല്ലോ ഇങ്ങനെ ഒരു സംഭവം. ഇപ്പം നോക്കൂ, നമ്മുടെ ജീവിതത്തിൽ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായ ജുമുഅ, ജമാഅത്ത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കപ്പെട്ടു. പലപ്പോഴും അത് ഇല്ലാതെ പോയി. പലപ്പോഴും അത് ആളുകളെ എണ്ണം നിജപ്പെടുത്തി നിയമങ്ങളെ കൊണ്ട്, അല്ലെങ്കിൽ ആ നിയമങ്ങൾ നമ്മൾ അനുസരിച്ചുകൊണ്ട് നമ്മളതൊക്കെ ചെയ്തു പോരുകയും ചെയ്യുന്നുണ്ടെങ്കിലും നമുക്കറിയാം, ലോകത്ത് ഏതെങ്കിലും ഒരു ഭരണകൂടത്തിനോ ഏതെങ്കിലും ഒരു നിയമ സംവിധാനത്തിനോ ഒരു ജുമയോ ജമാഅത്തോ ആർക്കും മുടക്കാൻ അധികാരമെല്ലാവരും മുടക്കിയിട്ടില്ല. പക്ഷേ ഈ ഒരു വൈറസിൻ്റെ ഭയം നമ്മെ പിടികൂടിയപ്പോൾ ആര് പറഞ്ഞാലും പറയുന്നതിന് മുമ്പ് തന്നെ ഒരു പടി മുന്നിൽ നിന്നുകൊണ്ട് ഏത് ഇബാദത്തും ഏത് വിശ്വാസങ്ങളും ഏത് ആശയങ്ങളൊക്കെ നാം മാറ്റിവെക്കാൻ തയ്യാറാകുന്നു. അതിൻ്റെ അർത്ഥം ഇത് മനുഷ്യനെ കൊല്ലും, അല്ലെങ്കിൽ വലിയ നാശം വിതക്കുമെന്നുള്ള ഭയമാണ് മനുഷ്യരായ ഞാനടക്കമുള്ള നമ്മൾക്കെല്ലാവർക്കും പിടികൂടിയിട്ടുള്ളത്. പക്ഷെ ഇതിന്നൊരു പാഠമുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നിയന്ത്രണമില്ലാതെ, അതിരുകളില്ലാതെ, യാതൊരു ലക്ഷ്യവുമില്ലാതെ നല്ല കാര്യങ്ങളും ചീത്ത കാര്യങ്ങളൊക്കെ അനിയന്ത്രിതമായി ചെയ്തു കൂട്ടുന്നൊരു സാഹചര്യമാണ് പടുത്തൊക്കെ കണ്ടുവന്നിരുന്നത്. ആഘോഷത്തിൻ്റെ പേരിലാണെങ്കിലും വിശ്വാസത്തിൻ്റെ പേരിലാണെങ്കിലും അത് നിയന്ത്രണങ്ങൾക്ക് വിധേയമല്ലാത്ത, അതല്ലെങ്കിൽ വിശ്വാസത്തിൽ നിന്നും തെന്നിപ്പോകുന്ന തരത്തിലുള്ള ആഘോഷങ്ങളും അതുപോലെ തന്നെ ആചാരങ്ങളൊക്കെ കടന്നുകൂടി ആർക്കും ആരെയും നിയന്ത്രിക്കാൻ കഴിയാതെ മതത്തിനോ അല്ലെങ്കിൽ മത നേതാക്കൾക്കോ, എന്തിനേറെ ഭരണകൂടങ്ങൾ പോലും പറഞ്ഞാൽ കേൾക്കാത്തൊരു സാഹചര്യം നമുക്കിടയിൽ പടുത്തിങ്ങനെ ഉണ്ടായിക്കൊണ്ടിരുന്നു. പക്ഷേ അതൊക്കെ കഴിഞ്ഞ ഏതാനും മാസമായി നമ്മെ നിയന്ത്രിച്ചു. ഇതിനർത്ഥം ഇതിൻ്റെ എല്ലാം നിയന്ത്രിക്കുന്ന സർവശക്തനായ അല്ലാഹു, ആ നിയന്ത്രണം അത് ഒരിക്കലും ആർക്കും തടയാൻ കഴിയില്ല, അംഗീകരിക്കാതിരിക്കാൻ കഴിയില്ല എന്നൊരു സന്ദേശം നമുക്കറിയാം. ഈ സമയത്ത് നമുക്കൊക്കെ ചെയ്യാൻ കഴിയുന്നത് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം, അല്ലെങ്കിൽ അവിടുത്തെ ആ ജനനം കൊണ്ട് അനുഗ്രഹീതമായ ഈ മാസം എങ്ങനെയാണ് ആഘോഷിക്കപ്പെടുക? പലർക്കും വലിയ വേവലാതിയുണ്ട്, ആഘോഷിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കുമുണ്ട്. പക്ഷേ അത് മാറ്റാൻ, അതിന് പരിഹാരമാവാൻ നമുക്ക് ഏറ്റവും ചെയ്യാൻ കഴിയുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരുപാട് സുന്നത്തുകൾ നാം അറിഞ്ഞും അറിയാതെയും ചെയ്തുകൊണ്ടിരിക്കുന്നത് പോലും, നാം അത് സുന്നത്താണെന്ന് നമുക്ക് ബോധ്യപ്പെടാതെ അല്ലെങ്കിൽ ഓർമ്മയില്ലാതെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ പോലും അത് നബിയുടെ ചര്യയാണ്, അവിടുന്ന് കൽപ്പിക്കപ്പെട്ടതാണ് എന്ന ഉത്തമ ബോധത്തോടുകൂടെ പ്രവർത്തിക്കുകയും, ഇതുപോലെയുള്ള ജന്മദിനം കടന്നു പോകുമ്പോൾ എനിക്കിത്ര പ്രായമായി, ഈ സമയം മുതൽ, ഈ തീയതി മുതൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇന്ന സുന്നത്തുകള്, അത് ചെറുതായിരുന്നാലും വലുതായിരുന്നാലും അത് ഞാൻ എൻ്റെ ജീവിതത്തിൽ പതിവാക്കും, അത് ഞാനത് കൃത്യമായി കൊണ്ടുപോകും എന്നുള്ളൊരു പ്രതിജ്ഞയാണ് ചെറിയവരാണെങ്കിലും കുട്ടികളാണെങ്കിലും മുതിർന്നവരാണെങ്കിലും ആരാണെങ്കിലും അവരുടെ ജീവിതത്തിൽ ഉണ്ടാക്കേണ്ടത്. അതാണ് നബിയോടുള്ള സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായിട്ട് നമുക്ക് പറയാൻ കഴിയുക. നമ്മളൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ മരിച്ചു പോകേണ്ടവരാണ്. അപ്പോൾ ഇന്ന് അല്ലെങ്കിൽ റബീഉൽ അവൽ മാസം തുടങ്ങുമ്പോൾ നമ്മളൊരു തീരുമാനമെടുക്കുക. ദുഹാ നിസ്കരിക്കാത്ത ആളുകൾ, വിത്ർ നിസ്കരിക്കാത്ത ആളുകൾ, അതുപോലെ റവാത്തിബ് പോലും നിസ്കരിക്കാത്ത ആളുകൾ, അതുപോലെയുള്ള പ്രധാനപ്പെട്ട സുന്നത്തുകൾ നമ്മുടെ ജീവിതത്തിൽ ഈ മാസം മുതൽ, ഈ തീയതി മുതൽ ഞാനത് പതിവാക്കുന്നു എന്നുള്ളൊരു തീരുമാനമെടുത്താൽ തീർച്ചയായിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കുന്നതിന് ഏറ്റവും വലിയ ഒരു മുതൽക്കൂട്ടായി നമുക്കതിനെ എണ്ണാൻ കഴിയും. മൻ അഹബ്ബ സുന്നത്തി ഫഖദ് അഹബ്ബനി മൻ അഹബ്ബനി ഫഖദ് കാന മഈ ഫിൽ ജന്ന. അതാണ് നാം ആഘോഷിക്കപ്പെടുമ്പോൾ വളരെ പ്രധാനമായിട്ടും ചിന്തിക്കേണ്ടത്. മൻ അഹബ്ബ സുന്നത്തി, എൻ്റെ സുന്നത്തിനെ ആരെങ്കിലും പ്രിയം വെച്ചാൽ, ഇഷ്ടപ്പെട്ടാൽ, ഫഖദ് അഹബ്ബനി, അത് എന്നെ ഇഷ്ടപ്പെട്ടതുപോലെ. അപ്പോൾ നബിയെ ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞ് നമ്മൾ പ്രസംഗിക്കുക, ഞാനടക്കമുള്ള ആളുകൾ അതിനേതെങ്കിലും ഒരു സുന്നത്ത് മുറുകെ പിടിച്ചുകൊണ്ട് ഞാനത് ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞാൽ തീർച്ചയായും ആ വാക്കിന് അർത്ഥമുണ്ട്. അപ്പോൾ ഏത് സുന്നത്തായിരുന്നാലും
അത് അവിടുന്ന് കൽപ്പിക്കപ്പെട്ട ആ സുന്നത്തുകൾ ഏതെങ്കിലും ഒന്നോ രണ്ടെണ്ണൊക്കെ ജീവിതത്തിൽ കൃത്യമായിട്ട് പതിവാക്കി പോയാൽ തീർച്ചയായും നബിയെ ഫഖദ് കാന മഈ ഫിൽ ജന്ന, സ്വർഗത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് കൂടെ സംഗമിക്കാൻ നമുക്ക് അവസരം നൽകും എന്നാണ് ആ ഹദീസ് നമ്മെ പഠിപ്പിക്കുന്നത്. നീട്ടിക്കൊണ്ടുപോകുന്നില്ല. അപ്പം അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ശബ്ദം ശ്രവിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കൾ, കുട്ടികൾ, ബാക്കിയുള്ള സഹപ്രവർത്തകർ, അധ്യാപകർ, ടീച്ചേഴ്സ് എല്ലാവരും ആരൊക്കെ കേൾക്കുന്നുണ്ടോ അവരൊക്കെ ഈ ഒരു ആശയം നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ നാം ശ്രമിക്കണം. അത് മാത്രമാണ് ഈ സമയത്ത് നിങ്ങളോട് ഓർമ്മപ്പെടുത്താനുള്ളത്. അതുകൊണ്ട് ഈ മഹത്തായ പരിപാടി ഇനിയും ധാരാളം പ്രസംഗങ്ങളും അതുപോലെയുള്ള പരിപാടികളൊക്കെ നടക്കാനുണ്ട്. നമുക്കറിയാം, നമ്മുടെ മുന്നിലിരിക്കും എല്ലാവരും അത് ശ്രദ്ധിക്കും. മറ്റത് ആരും കാണുന്നില്ലല്ലോ, ഓലവിടെ പറയണെന്താ വെച്ചാൽ പറഞ്ഞോട്ടെ, അതിപ്പോൾ എന്താ എപ്പോഴും കേൾക്കുന്നതല്ലേ എന്നുള്ള ലാഘവത്തോടുകൂടെ കാണാതെ പ്രധാനമായിട്ടും ഒരു നബിദിന പ്രസംഗം, ഒരു സന്ദേശം ഇവിടെ നടക്കാനുണ്ട്. അതുൾപ്പെടെ നിങ്ങളെല്ലാവരും അത് കേൾക്കുകയും എന്തെങ്കിലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു ചര്യ ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കുകയും ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തി ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ മഹത്തായ പരിപാടിയിൽ ആശംസ അർപ്പിക്കുന്നതിന് വേണ്ടി മൗലാന ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൻ്റെ PTA പ്രസിഡന്റ് സിദ്ദീഖ് സാഹിബിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും. അഭിനന്ദനായ മൗലാന ഇംഗ്ലീഷ് മീഡിയത്തിൻ്റെ ചെയർമാനും മുഖ്യ കാര്യദർശിയുമായ KP ഉസ്താദ് അവറുകളെ, അതുപോലെ തന്നെ സ്ഥാപനത്തിൻ്റെ ബഹുമാന്യനായ മാനേജർ, ട്രസ്റ്റ് മെമ്പേഴ്സ്, അതുപോലെ ഇവിടെ സ്വാഗതം ആശംസിച്ച ഉസ്താദ്, പ്രിൻസിപ്പൽ, നമുക്കറിയാം ഏകദേശം ഒരു 6-7 മാസത്തോളമായി രാജ്യത്ത് മാത്രമല്ല ലോകത്തിൻ്റെ എല്ലാ മേഖലകളിലും വലിയ തോതിലുള്ള സാമ്പത്തികമായ അതല്ലെങ്കിൽ വലിയ തോതിലുള്ള സ്തംഭനം സംഭവിച്ചിരിക്കുകയാണ്. അത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയും അതല്ലെങ്കിൽ മറ്റു ഇതര സ്ഥാപനങ്ങളെയും എല്ലാം വളരെ ദോഷകരമായി ബാധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി, ഇന്ന് സമൂഹത്തിന് ഇതിൻ്റെ പ്രത്യാഘാതങ്ങൾ ഇന്ന് ലോകത്തിന് ഇത്രയൊക്കെ വന്നിട്ടും മനുഷ്യർ പാഠം ഉൾക്കൊള്ളുന്നില്ല എന്നുള്ള ഗൗരവമേറിയ ഒരു വിഷയം ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. നമുക്കറിയാം, ലോകത്ത് വലിയ മാറ്റങ്ങൾക്ക് വിധേയമായ മനുഷ്യകുലത്തിന് തന്നെ വലിയ മാറ്റങ്ങൾക്കും വിശ്വാസപരമായി ലോകത്തെ വലിയ ഉച്ചസ്ഥായിലെത്തിക്കാൻ കാരണക്കാരനായ അഷ്റഫുൽ ഖൽക്ക് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 1495 ജന്മദിനം ഇന്ന് ഒരു വലിയ പ്രതീക്ഷയോടുകൂടി ലോകം കാതോർക്കുകയാണ്. ഈ സന്ദർഭത്തിൽ ഈ റബിയുൽ അവൽ മാസത്തിൽ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ മൗലാന ഇംഗ്ലീഷ് മീഡിയം, അതിൻ്റെ അധ്യാപകർ, അതിലെ വിദ്യാർത്ഥികൾ, അതിൻ്റെ മാനേജ്മെൻറ്റ് എല്ലാവരും ഉൾപ്പെടെ വളരെ നല്ല രീതിയിലുള്ള നബിദിന പരിപാടികൾ സംഘടിപ്പിക്കുകയും ഈ പ്രദേശത്തുള്ള ആളുകൾ ഒന്നടങ്കം അത് സസൂക്ഷ്മം വീക്ഷിക്കുകയും പ്രവാചക സ്നേഹത്തിൻ്റെയും പ്രവാചക ചര്യയുടെയും പ്രവാചക ആദർശങ്ങളെയും വിളിച്ചോതുന്ന രീതിയിലുള്ള
പ്രോഗ്രാമുകൾ ഇവിടെ നടക്കുകയുണ്ടായിരുന്നു. ഈ അവസരത്തിൽ അതിനെ സാഹചര്യാനുസൃതമായി ഈ കലാലയത്തിലെ, ഈ സ്ഥാപനത്തിലെ മുഴുവൻ വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും എല്ലാം തന്നെ അവർക്ക് കാണാവുന്ന രീതിയിൽ ഇവിടെ ഈ നബിദിന സന്ദേശം നൽകുന്നതിന് വേണ്ടി ഇന്നത്തെ ഈ സ്ഥാപനത്തിലെ മാത്രമല്ല ഈ പ്രദേശത്തുള്ള മുഴുവൻ ആളുകളെയും ശ്രദ്ധിപ്പിക്കുന്നതിന് വേണ്ടി, അതല്ലെങ്കിൽ നബിദിന സന്ദേശം അവർക്ക് എത്തിക്കുന്നതിന് വേണ്ടി ഇത്തരത്തിലുള്ള ഒരു പ്രോഗ്രാം സംഘടിപ്പിച്ച ഇതിൻ്റെ ഭാരവാഹികളോടും അതോടൊപ്പം തന്നെ ഇതിലെ അധ്യാപകർ, പ്രിൻസിപ്പൽ ഉൾപ്പെടെയുള്ള എല്ലാവരോടും ഈ അവസരത്തിൽ 1000 ആശംസകൾ ഞാൻ അർപ്പിക്കുകയാണ്. PTA പ്രസിഡന്റ് എന്നുള്ള നിലക്കും ഈ സ്ഥാപനത്തെ അകമഴിഞ്ഞ് സ്നേഹിക്കുന്ന ഒരു രക്ഷിതാവ് എന്നുള്ള നിലക്കും ഇവിടെ നടക്കുന്ന മുഴുവൻ പ്രോഗ്രാമുകളും വളരെ സ്തുത്യർഹമാണ്. സമൂഹത്തിൽ അല്ലെങ്കിൽ ജനങ്ങൾക്ക്, കുട്ടികൾക്ക് വളരെ ഉണർവും ഉന്മേഷവും നൽകുന്നതായിരുന്നു. അതോടൊപ്പം തന്നെ പ്രവാചകന്റെ ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായ ഈ മാസം, ഈ വർഷത്തിൽ നമ്മളിൽ നിന്ന് വളരെ സൈലൻ്റായി കടന്നു പോകുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ നമ്മൾ യാത്ര ചെയ്യുമ്പോഴും അതല്ലെങ്കിൽ എല്ലാ മേഖലകളിലും പ്രവാചക പ്രകീർത്തനങ്ങളും അതുമായി ബന്ധപ്പെട്ട പ്രോഗ്രാമുകളും നാം നിറയെ കാണുകയായിരുന്നു. ഈ അവസരത്തിൽ ഇത്തരത്തിലുള്ള ഒരു പ്രോഗ്രാം മൗലാന സംഘടിപ്പിച്ചതിൽ ഒരിക്കൽ കൂടി ഇതിൻ്റെ സംഘാടകരോട് നന്ദിയും കടപ്പാടും PTA ഭാഗത്തു നിന്നും അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ പ്രോഗ്രാം ശ്രവിക്കുന്ന രക്ഷിതാക്കൾ, വിദ്യാർത്ഥികൾ അവരെല്ലാവരും തന്നെ പ്രവാചക ചര്യയും അതോടൊപ്പം തന്നെ പ്രവാചക ചരിത്രവും പ്രവാചകന്റെ സന്ദേശങ്ങളും പഠിക്കുവാനും മനസ്സിലാക്കുവാനും പ്രചരിപ്പിക്കുവാനും ഓരോരുത്തരും തയ്യാറാവേണ്ട സാഹചര്യമാണ് ഇന്നുള്ളത് എന്ന് ഉണർത്തിക്കൊണ്ട് ഈ പ്രോഗ്രാമിന് എല്ലാവിധ ആശംസകളും ഒരിക്കൽ കൂടി അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും. മർക്കസുൽ ഹിദായ മൗലാന ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ സംഘടിപ്പിക്കുന്ന ഇലൽ ഹബീബ് മീലാദ് സെലിബ്രേഷനിൽ ആശംസകൾ അർപ്പിക്കുന്നതിന് വേണ്ടി അൽ ഹിദായ ചാരിറ്റബിൾ ട്രസ്റ്റ് മെമ്പർ സൈനുദ്ദീൻ സാഹിബിനെ സാദരം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ യോഗത്തിൽ അധ്യക്ഷത വഹിക്കുന്ന ബഹുമാനപ്പെട്ട മാനേജർ അഷ്റഫ് ഉസ്താദ്, യോഗം ഉദ്ഘാടനം നിർവഹിച്ച നമ്മുടെ ട്രസ്റ്റിൻ്റെ ജനറൽ സെക്രട്ടറിയും കേരളത്തിലെ എണ്ണം പറഞ്ഞ പണ്ഡിത ശ്രേഷ്ഠരിൽ ഒരാളുമായ ബഹുമാനപ്പെട്ട KP മുഹമ്മദ് ഉസ്താദ് അവറുകളെ, മുസ്ലിയാർ അവറുകളെ, സ്വാഗതം പറഞ്ഞ സദർ ഉസ്താദ്, അതുപോലെ ട്രസ്റ്റിലെ എൻ്റെ സഹഭാരവാഹികൾ, സദസ്സിന് നേതൃത്വം നൽകാൻ വന്ന മുഹമ്മദ് അലി ബുഖാരി പുത്തൂർ ഉസ്താദ് അവറുകളെ, പ്രിയമുള്ള ഇവിടുത്തെ ഉസ്താദന്മാരെ, പ്രിൻസിപ്പളെ, മറ്റു ബഹുമാന്യരെ, സാധാരണഗതിയിൽ നമ്മുടെ നാടിൻ്റെ കണ്ണും കാതും മനസ്സുമൊക്കെ കവരുന്ന രീതിയിലുള്ള ഒരു വർണ്ണാഭമായ ഒരു പരിപാടിയാണ് നബിദിനത്തോടനുബന്ധിച്ച് നമ്മുടെ സ്ഥാപനം സാധാരണഗതിയിൽ സംഘടിപ്പിക്കാറുള്ളത്.
നൂറുകണക്കിന് ആളുകൾ, വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അധ്യാപകരും നാട്ടുകാരുമൊക്കെ സജീവമായ സാന്നിധ്യം കൊണ്ട്, പങ്കാളിത്തം കൊണ്ട് ധന്യമാക്കപ്പെടുന്ന ഘോഷയാത്രയും അതിനോടനുബന്ധിച്ചുള്ള മത്സരങ്ങളും പരിപാടികളും പ്രസംഗങ്ങളും ഒക്കെ കൊണ്ട് ശബ്ദമുഖരിതമാവുന്ന ഒരന്തരീക്ഷത്തിൽ നിന്ന് നമ്മളിന്ന് മാറി ഈ അടച്ചിട്ട ഹാളിനുള്ളിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ കൂടിയും ലൈവ് പ്രോഗ്രാമുകളിൽ കൂടിയും ഒക്കെ തിരുദൂതരുടെ ജന്മദിനം ആഘോഷിക്കേണ്ട, എന്താണ് ആ അവസ്ഥക്ക് പറയാമെന്ന് എനിക്കറിയില്ല, നമ്മളെത്തി നിൽക്കുന്നു. ഇപ്പോൾ സ്വാഗത പ്രാസംഗികനും അതുപോലെ തന്നെ മുഖ്യപ്രഭാഷണം നടത്തിയ ഉസ്താദുമൊക്കെ നമ്മളോട് ഈ കൊറോണ കാലത്ത് ഗവൺമെൻറ് ഈ അടുത്ത കാലത്ത് 5-6 മാസത്തിൻ്റെ ഉള്ളിൽ പറഞ്ഞിരുന്ന കാര്യങ്ങളൊക്കെ 14 നൂറ്റാണ്ട് കാലം മുമ്പ് നമുക്ക് പഠിപ്പിച്ചു തന്ന നബിതങ്ങൾ അവറുകളുടെ ദീർഘവീക്ഷണം, വരാൻ പോകുന്ന കാലത്തിൻ്റെ വെല്ലുവിളികൾ, അത് നേരിടേണ്ട സ്ഥിതി, അതുപോലെ തന്നെ ശാരീരികമായ ശുചിത്വം നിലനിർത്തേണ്ടതിൻ്റെ ആവശ്യകത, ഇതൊക്കെ തന്നെ അന്ന് നമുക്ക് പഠിപ്പിച്ചു തന്നു തന്നെയാണ് ഇന്നും ഈ ആധുനിക കാലഘട്ടത്തിൽ ശാസ്ത്രജ്ഞന്മാർ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. പുതുതായിട്ട് അതിലൊന്നുമില്ല. അതുകൊണ്ട് തന്നെയാണ് പാശ്ചാത്യ ലോകത്തെ വലിയ വലിയ ശാസ്ത്രജ്ഞന്മാരൊക്കെ പ്രൊഫറ്റ് മുഹമ്മദ് ഈസ് എൻ ഹൈജീനിക് ഡോക്ടർ എന്നാണ് അവർ വിശേഷിപ്പിക്കുന്നത്. അതായത് ശുചിത്വത്തിൻ്റെ ഡോക്ടർ, ശുചിത്വത്തിൻ്റെ വക്താവ്, പ്രവാചകൻ എന്നൊക്കെയാണ് പാശ്ചാത്യ ലോകം ഇന്നും നബിതങ്ങളെ വിശേഷിപ്പിക്കുന്നത്. അവിടുത്തെ ചര്യകളും മറ്റും നമ്മൾ മാതൃകാപരമായി ഉൾക്കൊണ്ടാൽ ഇന്ന് കാണുന്ന ഈ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു വലിയ അളവ് എന്ന് തന്നെ പറയാം, മുഴുവനായി തന്നെ എന്ന് പറയാം, അതൊക്കെ ഒരു പരിഹാരമാണ് എന്ന ഒരു തിരിച്ചറിവ് ഇനിയെങ്കിലും നമ്മളിലുണ്ടാവണം, ലോകത്തിലുണ്ടാവണം എന്നാണ് ഈ തരുണത്തിൽ പറയാനുള്ളത്. എന്തു കാര്യവും ഒരു പ്രസ്താവനയിലൂടെ അല്ലെങ്കിൽ പ്രസംഗത്തിലൂടെ ഉത്ബോധിപ്പിക്കുന്നതിന് പകരം സ്വന്തമായി അത് ചെയ്തുകൊണ്ടും പ്രവൃത്തി പദത്തിൽ കൊണ്ടുവന്നുകൊണ്ടും ജീവിതത്തിൽ പകർത്തിക്കൊണ്ടുമാണ് ഈ ഉത്ബോധനങ്ങളെല്ലാം നബി തിരുമേനി നടത്തിയത്. അതുകൊണ്ട് തന്നെയാണ് മാതൃകാ പുരുഷൻ എന്ന പേരിന് അവിടുന്ന് അർഹനായത്. വർത്തമാന കാലഘട്ടത്തിലൊക്കെ ഓരോരുത്തർ ഞങ്ങൾ ഉത്ബോധിപ്പിച്ചു, ഓർമ്മപ്പെടുത്തി, ചൂണ്ടിക്കാട്ടി, വരച്ചു കാട്ടി എന്നതിനേക്കാളൊക്കെ ഉപരി ഇതെല്ലാം പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവന്നുകൊണ്ട് ഒരു സംശയത്തിനും ഇടയില്ലാത്ത വിധം നമുക്ക് കാണിച്ചു തന്ന ഷഫീഖുൽ വറ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ജന്മം കൊണ്ട് പുണ്യാക്കപ്പെട്ട ഈ റബീഉൽ അവ്വൽ മാസത്തിലെ ഈ ചടങ്ങ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അതിൻ്റേതായ മികവും പൊലിവും ഒന്നുമില്ലെങ്കിൽ പോലും നമ്മളത് കൊണ്ടാടുക, ഏറ്റെടുക്കുക എന്നുള്ള ദൗത്യം നിർവഹിച്ച് പരിപാടി സംഘടിപ്പിക്കുവാനെന്ന ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും ഹാർദമായി അഭിനന്ദിച്ചുകൊണ്ടും അനുമോദിച്ചുകൊണ്ടും ഈ ചടങ്ങിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തട്ടെ. റോഹന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. ഇൽ ഹബീബ് മീലാദ് സെലിബ്രേഷൻ 2020 ആശംസകൾ അറിയിച്ചുകൊണ്ട് മൗലാന ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൻ്റെ കരുത്തനായ പ്രിൻസിപ്പൽ
സാറവറുകളെ ആശംസ അർപ്പിക്കുന്നതിന് വേണ്ടി സാദരം ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട യോഗാധ്യക്ഷൻ, വിശിഷ്ട വ്യക്തിത്വങ്ങൾ, വിദ്യാർത്ഥികളെ, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, മൗലാന ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൻ്റെ ഇലൽ ഹബീബ് മീലാദ് സെലിബ്രേഷനിലാണ് നാം എല്ലാവരും പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, നേരത്തെ ഇവിടെ സൂചിപ്പിച്ച ഈ സമയത്ത് നമ്മളെ വിദ്യാർത്ഥികളെല്ലാവരും സ്കൂളിൽ വന്നുകൊണ്ട് ഇത് വലിയൊരു ആഘോഷമാക്കി മാറ്റാറുള്ള ഒരു പരിപാടിയാണ്. ഇപ്പോഴത്തെ സാഹചര്യം പരിഗണിച്ചുകൊണ്ട് ലൈവായി നമ്മുടെ പ്രോഗ്രാം നടത്താൻ വേണ്ടി തീരുമാനിച്ചത്. നിങ്ങൾക്ക് ലൈവ് പ്രോഗ്രാം ഇപ്പോൾ കാണാവുന്നതാണ്. ഇനി കാണാൻ പ്രയാസമുള്ളവർക്ക് ഈ പ്രോഗ്രാം റെക്കോർഡ് ചെയ്ത് നമ്മുടെ സ്കൂളിൻ്റെ യൂട്യൂബ് ചാനലിൽ നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ്. എല്ലാവരും പരിപാടി വീക്ഷിക്കുകയും ഈ ചാനൽ എല്ലാവരും സ്കൂളിൻ്റെ ചാനൽ പ്രത്യേകം സബ്സ്ക്രൈബ് ചെയ്യുകയും കമൻറ്റുകളും മറ്റുമൊക്കെ അറിയിക്കുകയും ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. ലൈവ് പ്രോഗ്രാം നമ്മുടെ സൂം ആപ്ലിക്കേഷനിലും ലഭ്യമാണ്. ചില ക്ലാരിറ്റി കുറവുണ്ട്, റേഞ്ച് പ്രശ്നം കാരണം ചില പ്രയാസങ്ങളുണ്ട്. എന്നാലും യൂട്യൂബ് നിങ്ങൾക്ക് കൃത്യമായി കാണാൻ കഴിയുന്നതാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ ഈ മാസം നമുക്കറിയാം, അവിടത്തോടുള്ള സ്നേഹം നമ്മുടെ മക്കളെയും കുടുംബത്തെയും സമൂഹത്തെയുമൊക്കെ മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ള പ്രധാന ദൗത്യമാണ് നാം ഇവിടെ നിർവഹിക്കുന്നത്. നബിയോടുള്ള സ്നേഹം അത് പ്രകടിപ്പിക്കുക എന്നതാണ് ഈ പരിപാടിയുടെ ഇലൽ ഹബീബ് എന്ന മീലാദ് സെലിബ്രേഷനിലൂടെ നമ്മുടെ മക്കളെ നാം പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ വിശിഷ്ട വ്യക്തിത്വങ്ങൾക്കും ഉദ്ഘാടനം ചെയ്ത ഉസ്താദ് അവർക്കും എല്ലാവർക്കും എൻ്റെ കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. ഈ സ്നേഹം അത് എങ്ങനെയാണ് ഉണ്ടായത്? സ്നേഹമെന്ന് പറയുന്നത് ഒരിക്കലും അടിച്ചേൽപ്പിക്കാനുള്ളതല്ല. ലോകത്ത് കഴിഞ്ഞുപോയ ചിന്തകന്മാരും പ്രഭാഷകരും എഴുത്തുകാരുമെല്ലാം പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രകീർത്തനങ്ങൾ വാഴ്ത്തിയിട്ടുണ്ട്. അവിടുന്ന് പല ചിന്തകന്മാരും ഇപ്പോൾ ജീവിച്ചിരിക്കുന്നവരും മുൻകാലങ്ങളിൽ കഴിഞ്ഞുപോയ ചിന്തകരും പ്രഭാഷകരുമെല്ലാം വളരെ വിശദമായി തന്നെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദ്ഹുകൾ, അവരുടെ പ്രകീർത്തനങ്ങൾ എടുത്തു പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം, ഈ മാസം ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദ്ഹ്, അവരുടെ പ്രകീർത്തനം പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഡോക്ടർ സ്വാമി വിവേകാനന്ദൻ, മൈക്കിൾ എച്ച്ഹാർട്ട്, മോറിസ് ബുഖായി തുടങ്ങി ലോകത്ത് അറിയപ്പെടുന്ന എഴുത്തുകാരും പ്രഭാഷകരും ചിന്തകരുമെല്ലാം ഈ സ്നേഹത്തിൻ്റെ പ്രതീകം എങ്ങനെ ആണ് ഇവിടെ ലോകത്ത് ജീവിച്ചിരുന്നതെന്നും
അത് മാലോകർക്ക് എങ്ങനെയാണ് മാതൃകയായിട്ടുള്ളത് എന്നുമൊക്കെ വിശദമായി പ്രതിപാദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ മാസം എന്നല്ല, മറ്റെല്ലാ സമയങ്ങളിലും പ്രത്യേകിച്ച് ഈ മാസത്തിൽ ഈ സ്നേഹത്തിൻ്റെ ഉറവിടം എങ്ങനെയാണ് ലോകം മുഴുവൻ സ്നേഹിക്കപ്പെടുന്ന, ലോകത്തെ ഏറ്റവും കൂടുതൽ വിളിച്ചു പറയപ്പെടുന്ന ഈ പേരിനുടമയായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ എങ്ങനെയാണ് സ്നേഹമുണ്ടായത്, എങ്ങനെയാണ് സ്നേഹിക്കപ്പെട്ടത് എന്ന് പഠിക്കേണ്ടത് അനിവാര്യമാണ്. അതായിരിക്കട്ടെ, പഠിക്കാനുള്ള പ്രചോദനമായിരിക്കട്ടെ ഈ മീലാദ് സെലിബ്രേഷനിലൂടെ നമുക്ക് നമ്മുടെ മക്കൾക്കും കുടുംബങ്ങൾക്കുമെല്ലാം നൽകാനുള്ള സന്ദേശം എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇലൽ ഹബീബ് മീലാദ് സെലിബ്രേഷനിൽ ഒരു മദ്ഹ് ഗാനവുമായി റിൻഷാദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മദീനത്തെ മലർ മണ്ണിൽ മരതക മണലിൻ്റെ കവിളിൽ ചുണ്ടു ചേർത്തൊരു ചുംബനം ഞാൻ കാത്തിരിപ്പുണ്ട്. മഹാരാജാ റസൂലെന്നെ മാടി മാടി വിളിച്ചുകൊണ്ട് മഹിത ഭൂമിയിലൊന്നു ചെല്ലണ പൂതിയും പൂണ്ട്. മനം നീറി കരഞ്ഞാരെ മധുര സ്നേഹം നുണഞ്ഞാരെ മദദിനായൊരു മദ്ഹ് ഗാനം ഞാനുമൂരണ്ട്. മധുരമാണെന്നറിഞ്ഞാരെ മദദ് പലരും പറഞ്ഞാരെ മഹബത്തിനഹ്ലായിടാണൻ കൽബകം വിണ്ട്. ത്വയ്ബ മിനാരത്തിൽ ചിത്രങ്ങളൻ മനം നിത്യം കിന കണവേ. ത്വഹാവിപാവത്തിൻ കനവിലൊരു ദിനം എത്തും ഞാൻ കാത്തിടവേ. ത്വയ്ബ മിനാരത്തിൽ ചിത്രങ്ങളൻ മനം നിത്യം കിന കണവേ. ത്വഹാവിപാവത്തിൻ കനവിലൊരു ദിനം എത്തും ഞാൻ കാത്തിടവേ. മദീനത്തെ മലർ മണ്ണിൽ മരതക മണലിൻ്റെ കവിളിൽ ചുണ്ടു ചേർത്തൊരു ചുംബനം ഞാൻ കാത്തിരിപ്പുണ്ട്. മഹാരാജാ റസൂലെന്നെ മാടി മാടി വിളിച്ചുകൊണ്ട് മഹിത ഭൂമിയിലൊന്ന് ചൊല്ലണ പൂതിയും പൂണ്ട്. തങ്ങളെ ഞാൻ പാപിയാണ് എങ്കിലും ഞാൻ പാവമാണ്. പാപമേറിയ ജീവിതം വ്യത തീർത്ത മനമാണ്. നാജിനബി മദ്ഹോദിയെങ്കിൽ നാദനുണ്ട് സുറൂർ ചൊങ്കിൽ. ഷാഫിആയ ഹബീബരെ പല നാളിലണയേണം. തിരുരിളയിൽ മടങ്ങേണം. മദീനത്തെ മലർ മണ്ണിൽ മരതക മണലിൻ്റെ കവിളിൽ ചുണ്ടു ചേർത്തൊരു ചുംബനം ഞാൻ കാത്തിരിപ്പുണ്ട്.
മഹാരാജാ റസൂലന്നെ മാടി മാടി വിളിച്ചുകൊണ്ട് മഹിത ഭൂമിയിലൊന്നു ചെല്ലണ പൂതിയും പൂണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹബീബ് മീലാദ് സെലിബ്രേഷനിൽ മുഖ്യ പ്രഭാഷണം നടത്തിക്കൊണ്ട് മുഹമ്മദ് അലി ബുഖാരി പ്രഭാഷണം നടത്തുന്നു. സാദരം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുളില്ല ലഹു വമൻ യുദ്ലിൽഹു ഫലാ ഹാദിയ ലഹു ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنا أرسلناك شاهدا ومبشرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا. صدق الله مولانا العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين فالحمد لله رب العالمين. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. സ്നേഹതരവുകൾ നിറഞ്ഞ ഈ സ്ഥാപനത്തിൻ്റെ രക്ഷാധികാരികൾ, പ്രിയപ്പെട്ട ഉസ്താദുമാർ, എൻ്റെ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഓൺലൈനിലൂടെയും മറ്റുമൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്ന മാന്യ പ്രിയപ്പെട്ട ശ്രോതാക്കളെ, കൊമ്പം മർക്കസുൽ ഹിദായ സ്ഥാപന സമുച്ചയത്തിൻ്റെ കീഴിൽ നടക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അനുസ്മരിക്കുകയും മദ്ഹ് പറയുകയും ചെയ്യുന്ന ഇലൽ ഹബീബ് പ്രോഗ്രാമിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. വിഷയത്തിൻ്റെ പ്രാധാന്യവും പ്രോഗ്രാമിൻ്റെ ഗൗരവവുമെല്ലാം സ്വാഗത ഭാഷണം മുതൽ എല്ലാവരും ഉണർത്തിയതുകൊണ്ട് അത്തരം ഔപചാരികതകളിലേക്കൊന്നും ഞാൻ കടന്നു പോകുന്നില്ല. ലോകൈക നായകൻ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ റബീഉൽ അവ്വൽ മാസം ഈമാനും തഖ്വയും ഇഷ്ഖും മഹബ്ബത്തുമുള്ള മുഴുവൻ ആളുകളും ആഗോളതലത്തിൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്മരിക്കുകയും
അവിടുന്ന് പഠിപ്പിച്ചു തന്ന പാഠങ്ങൾ ജീവിതത്തിൽ പകർത്തുകയും അവിടുത്തെ തിരുസുന്നത്തുകളെ ജീവിതത്തിൽ ആവാഹിച്ചെടുക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രത്യേകമായ ഒരു സാഹചര്യത്തിലാണ്. നേരത്തെ പലരും ഓർമ്മപ്പെടുത്തിയതുപോലെ കൊറോണ വൈറസ് എന്ന് പറയുന്ന ഒരു ദുരന്തം ലോക ജനതയെ മുഴുവൻ പിടിച്ചു കുലുക്കിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിലും തൻ്റെ നേതാവിനോടും തൻ്റെ ആശിഖിനോടുമുള്ള സ്നേഹപ്രകടനങ്ങൾ ലോകത്തുള്ള വിശ്വാസികൾ പ്രാപ്യമായ രൂപത്തിൽ മുഴുവനും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് വിശാലമായ ഒരു പരിപാടി നടക്കേണ്ട ഈ സാഹചര്യത്തിൽ ഒരുപാട് ആളുകൾക്ക് ശ്രവിക്കാൻ പറ്റുന്ന രൂപത്തിൽ ഓൺലൈൻ സംവിധാനത്തിലൂടെ ഇവിടെ ഈ പരിപാടി സെറ്റ് ചെയ്തിട്ടുള്ളത്. അല്ലാഹു ജല്ല ജലാലുഹു ഇതിനുവേണ്ടി പ്രവർത്തിച്ച മുഴുവൻ ആളുകൾക്കും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബ്ബത്ത് വർദ്ധിപ്പിച്ചു തരുമാറാവട്ടെ. ഞാൻ വിശാലമായ ഒരു പ്രഭാഷണം നടത്തുന്നില്ല. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സർവലൗകികവും സർവകാലികവുമായ ആശയങ്ങളാണ് ലോകത്തിന് സമർപ്പിച്ചിട്ടുള്ളത്. ലോകത്ത് തുല്യതയില്ലാത്ത റോൾ മോഡലാണ് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. പെർഫെക്റ്റായ ഏതെങ്കിലും ഒരു ലീഡറെ നാം തെരഞ്ഞെടുത്ത് അദ്ദേഹത്തെ ഫോളോ ചെയ്യാനുള്ള ശ്രമം നടത്തിയാൽ ആ ലീഡർ ഏതെങ്കിലും ചെറിയ പെക്കുലർ സബ്ജക്റ്റുകളിൽ മാത്രമായിരിക്കും അദ്ദേഹത്തിൻ്റെ ലീഡർഷിപ്പ് നിലനിൽക്കുന്നത്. ഏതെങ്കിലും പ്രത്യേകമായ ഒരു വിഷയത്തെ കേന്ദ്രീകരിച്ചുകൊണ്ടായിരിക്കും അദ്ദേഹത്തിൻ്റെ ജീവിത ശൈലിയെ അദ്ദേഹം രൂപപ്പെടുത്തിയിട്ടുള്ളത്. എന്നാൽ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം, അവിടുത്തെ കുട്ടിക്കാലം, അവിടുത്തെ ജന്മം, അവിടുത്തെ യൗവനം, അവിടുത്തെ വാർദ്ധക്യം, അവിടുത്തെ പ്രബോധനം, അവിടുത്തെ ജീവിതത്തിൻ്റെ നിഖില മേഖലകളും എല്ലാം ലോകത്തിനു മുഴുവനും റോൾ മോഡലായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ളത്. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ട്. നിങ്ങൾക്ക് പിന്തുടരപ്പെടാൻ പറ്റുന്ന രൂപത്തിൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ മാതൃകയുണ്ട്. ഏത് വിഷയത്തിൽ? എല്ലാ വിഷയങ്ങളിലും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റോൾ മോഡലാണ്. ഇങ്ങനത്തെ ഒരു നേതാവിനെ ലോകത്ത് വേറെ കാണാൻ കഴിയില്ല. ഞാൻ വിശാലമായി കടന്നു പോകുന്നില്ല. നമ്മുടെ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ എ ടു സെഡ് ഏതു മേഖല എടുത്തു പരിശോധിച്ചു നോക്കിയാലും അവിടെയെല്ലാം പ്രത്യക്ഷമായോ പരോക്ഷമായോ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇടപെടൽ നടത്തിയിട്ടുണ്ട്. അവിടേക്ക് ആവശ്യമായ മുഴുവൻ കാര്യങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തിന് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഏതു മേഖലകളിലൂടെ കടന്നുപോയാലും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു തന്ന മാതൃകകൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചാൽ അവിടെ മനുഷ്യന് സമാധാനത്തോടെ ജീവിക്കാൻ കഴിയും. അവിടെ മനുഷ്യന് ശാന്തിയോടെ ജീവിക്കാൻ കഴിയും. അവിടെ മനുഷ്യന് ഈ ലോകത്ത് മുഴുവനും സമാധാനവും ശാന്തിയും സൃഷ്ടിച്ചെടുക്കാൻ കഴിയും എന്നതാണ് യാഥാർത്ഥ്യം. നിങ്ങൾ ആലോചിച്ച് നോക്ക്. നേരത്തെ ഇവിടെ ഉദ്ഘാടന പ്രസംഗത്തിലും അതുപോലെ സ്വാഗത ഭാഷണത്തിലും ഒക്കെ ഓർമ്മപ്പെടുത്തി അള്ളാഹുവിൻ്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാ മേഖലകളിലും നമുക്ക് മാതൃക കാണിച്ചു തന്നിട്ടുണ്ട്. നിങ്ങൾ ആലോചിച്ചു നോക്ക്. ഒരു വ്യക്തിയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശുദ്ധീകരിക്കുന്നത്, തൻ്റെ ശത്രുവിനോട് എങ്ങനെയാണ് സമീപിക്കേണ്ടത്, തൻ്റെ മിത്രത്തോട് ഏത് രൂപത്തിലൂടെയാണ് പെരുമാറേണ്ടത്, തൻ്റെ പ്രിയപ്പെട്ട ഉമ്മയോട്
ഏത് രൂപത്തിലൂടെയാണ് സമീപിക്കേണ്ടത്. അതുപോലെ തൻ്റെ ജീവിതത്തിൽ എല്ലാ മേഖലകളിലും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ടച്ച് ചെയ്തു. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇന്ന് നമ്മൾ ഏറ്റവും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് ലോകത്തെ രോഗങ്ങളാണ് മനുഷ്യ സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രതിസന്ധിയായി നിലനിൽക്കുന്നത്. ഒരു 15 വർഷം മുമ്പ് അല്ലെങ്കിൽ ഒരു 20 വർഷം മുമ്പ് നമ്മുടെ പരിസര പ്രദേശങ്ങളിൽ എത്ര സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകൾ ഉണ്ടായിരുന്നു? തീരെയില്ല എന്നു തന്നെ പക്ഷേ പറയാൻ കഴിയും. ചെറിയ ക്ലിനിക്കുകൾ മാത്രമേ ഉള്ളൂ. ഒന്നുകൂടെ പിന്നോട്ട് പോയാലോ തീരെ ഡോക്ടർമാരുടെയോ ആതുര ശുശ്രൂഷ മേഖലയിലുള്ള സാന്നിധ്യമോ മെഡിക്കൽ സയൻസിൻ്റെ വളർച്ചയോ ഇത്രമാത്രം കഴിയാൻ കഴിയില്ല. എന്തേ കാരണോ? അതിന് മാത്രം രോഗങ്ങൾ വ്യാപിച്ചിരുന്നില്ല. ഇന്നത്തെ സാഹചര്യം അങ്ങനെയല്ല. ഇന്ന് നമ്മുടെ ഗ്രാമാന്തരങ്ങളിൽ വലിയ ഹോസ്പിറ്റലുകളും ക്ലിനിക്കുകളും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തേ കാരണം? മനുഷ്യൻ്റെ പുരോഗതിയുടെയും വളർച്ചയുടെയും സയൻസിൻ്റെ പുരോഗതിയുടെയും വളർച്ചയുടെയും ഒക്കെ ഗോവണിപ്പടിയായി അവയെ നമുക്ക് എണ്ണാൻ കഴിയുന്നുണ്ടെങ്കിലും എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട് ഞാൻ ചോദിക്കുകയാണ്, എൻ്റെ പ്രിയപ്പെട്ട ഉപ്പമാരോട് ഞാൻ ചോദിക്കുകയാണ്, ഇത് നമ്മുടെ സയൻസിൻ്റെ വളർച്ചയായി നമുക്കൊരു ഭാഗത്ത് പറയാൻ കഴിയുമെങ്കിലും അതിനേക്കാൾ വലിയ ഒരു ദുരന്തം അതിൻ്റെ മറുവശത്തുണ്ട്. എന്താണത്? മനുഷ്യ സമൂഹം മുഴുവനും രോഗങ്ങളിലേക്ക് വഴിമാറിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരാലോചിച്ച് നോക്കുക, നമ്മുടെ കൂട്ടത്തിൽ 100% ആരോഗ്യമുള്ളവരാരാണെന്ന് ചോദിച്ചാൽ തൻ്റെ ഇടത്തോടെ സമാധാനത്തോടെ കൈപൊക്കാൻ നമുക്കാർക്കും കഴിയില്ല. കാരണം എന്താണ്? നമ്മളൊക്കെ ചില രോഗങ്ങളുടെ അഡിക്റ്റുകളാണ്. ഞാൻ ആ വിഷയത്തിലേക്ക് വിശാലമായി കടന്നു പോകുകയില്ല. അള്ളാഹുവിൻ്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രോഗങ്ങൾ മനുഷ്യന് വരാതിരിക്കാനുള്ള കാരണങ്ങൾ, അതിനുള്ള വഴികൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നിങ്ങൾ ആലോചിച്ചു നോക്ക്, അള്ളാഹിൻ്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്ന മാതൃകകൾ നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ നോക്കിയാൽ മതി. ഇന്ന് ഏറ്റവും കൂടുതൽ രോഗം വരുന്നത് ഏത് വഴിയിലൂടെയാണ്? നാം കഴിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണത്തിലൂടെയാണ്. നമ്മുടെ ഭക്ഷണ ശൈലി എവിടെയാണോ വഴിമാറി സഞ്ചരിച്ചത് അവിടെ മുതൽ മനുഷ്യൻ രോഗികളായിട്ടുണ്ട്. നിങ്ങൾ ആലോചിച്ചു നോക്കണം, ഭക്ഷണ രീതികൾ ഇന്ന് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണങ്ങൾ, ആ ഭക്ഷണങ്ങൾ 90% മായങ്ങളാണ്. നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണങ്ങൾ, ആ ഭക്ഷണങ്ങൾ കെമിക്കലുകളാണ് നമ്മുടെ ശരീരത്തിലേക്ക് നിരന്തരം നാം അടിച്ചു കയറ്റിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, ആ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ഭക്ഷണങ്ങളുടെ രീതികൾ അതും വ്യത്യസ്തമാണ്. അള്ളാഹുവിൻ്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചാരത്തേക്ക് മുഖൗഖിസ് രാജാവ് ഒരു വലിയ സമ്മാനം കൊടുത്തയക്കാണ്. ഞാൻ വിശാലമായി സംസാരിക്കുന്നില്ല. അള്ളാഹുവിൻ്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചാരത്തേക്ക് മുഖൗഖിസ് രാജാവ് ഒരു വലിയ സമ്മാനം കൊടുത്തയക്കുന്നു. സമ്മാനത്തിൻ്റെ കൂട്ടത്തിൽ ഒരുപാട് വസ്തുക്കളുണ്ട്. കൂട്ടത്തിൽ ഒരു വൈദ്യനുണ്ട്, ഒരു ഡോക്ടറുണ്ട്. ആ ഡോക്ടർ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് പറഞ്ഞയക്കുന്നത് മഹാന്മാരായ സ്വഹാബത്തിനെയും അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും ശുശ്രൂഷിക്കാനാണ്, അവരെ ട്രീറ്റ്മെന്റ് നടത്താനാണ്, അവർക്ക് ചികിത്സ കൊടുക്കാനാണ്, അവർക്ക് ആവശ്യമായ മെഡിസിൻസ് പറഞ്ഞു കൊടുക്കാനാണ് മുഖൗഖിസ് രാജാവ് ഈ ഡോക്ടറെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തിലേക്ക് പറഞ്ഞയക്കുന്നത്. അള്ളാഹിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചാരത്ത് ഇയാൾ വന്നു. 6 മാസക്കാലം മഹാന്മാരായ സ്വഹാബത്തിൻ്റെ കൂടെ മുഖൗഖിസ് രാജാവ് പറഞ്ഞയച്ച ഡോക്ടർ ജീവിച്ചു. 6 മാസം കഴിഞ്ഞ് അയാൾ തിരിച്ചു പോകാൻ നിൽക്കുമ്പോൾ ഒരു രോഗിയെപ്പോലും ചികിത്സിക്കാൻ കിട്ടിയിട്ടില്ല, ഒരാളെപ്പോലും രോഗിയായിട്ട് കണ്ടില്ല. അയാൾ നാട്ടിലേക്ക് തിരിച്ചു പോകാനിരിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, നബിയെ, തങ്ങളുടെ കൂടെ 6 മാസം ഞാൻ ജീവിച്ചു. തങ്ങളുടെ അനുയായികളെയും തങ്ങളെയും ചികിത്സിക്കാൻ വേണ്ടിയാണ് ഞാൻ അങ്ങോട്ട് വന്നത്. എന്നെ രാജാവ് പറഞ്ഞയച്ചിട്ടുള്ളത്. പക്ഷേ ഈ 6 മാസക്കാലം നിങ്ങളുടെ ഇടയിൽ ജീവിച്ചിട്ട് കൃത്യമായൊരു രോഗിയെപ്പോലും എനിക്ക് കണ്ടെത്താൻ കഴിയുന്നില്ല. തങ്ങളുടെ അനുയായികൾക്ക് കൊടുക്കുന്ന ചികിത്സ അതാണ്. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഈ ഡോക്ടർ തിരിച്ചു പോകാനിരിക്കുമ്പോൾ ചോദിക്കാൻ, അള്ളാഹിൻ്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനം ആഘോഷിക്കുന്ന ഈ സമയത്ത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മുടെ ജീവിതത്തിലേക്ക് നാം ആർജിച്ചെടുക്കേണ്ട ഒരുപാട് ക്വാളിറ്റീസ് ഉണ്ട്. നമ്മുടെ ജീവിതത്തിൽ നാം റോൾ മോഡലാക്കേണ്ട ഒരുപാട് ഘടകങ്ങളുണ്ട്. ആ ഘടകങ്ങൾ നമ്മൾ സ്വീകരിച്ചാൽ ലോകത്തിനു മുഴുവനും അത് മാതൃകയാണ്.
ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ഡോക്ടറോട് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കാൻ, ഞാൻ എൻ്റെ അനുചരന്മാർക്ക്, എൻ്റെ സ്വഹാബത്തിന്, എൻ്റെ കൂട്ടുകാർക്ക് ഞാൻ 2 കാര്യം പഠിപ്പിച്ചു കൊടുക്കാറുണ്ട്. ആ 2 കാര്യങ്ങളും അവരുടെ ഭക്ഷണക്രമത്തിലാണ് ഞാൻ പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ടാണ് എൻ്റെ സ്വഹാബത്തിന്, എൻ്റെ അനുയായികൾക്ക്, എൻ്റെ ശിഷ്യന്മാർക്ക് രോഗങ്ങളില്ലാത്തത്. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കാൻ ഈ ഡോക്ടർക്ക് ജിജ്ഞാസയായി, എന്താണ് ആ 2 കാര്യം? അത് ലോകത്തിന് പകർന്നു നൽകിയാൽ രോഗികളുടെ എണ്ണം കുറക്കാൻ കഴിയും. എന്നെ ശ്രവിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദര, നമ്മുടെ ജീവിതത്തിലേക്കും നമ്മളത് പകർത്തിയെടുത്താൽ ഒരു പരിധിവരെ രോഗങ്ങളിൽ നിന്ന് നമ്മുടെ ശരീരത്തെ രക്ഷപ്പെടുത്താൻ നമുക്ക് കഴിയുമെന്നത് യാഥാർത്ഥ്യമാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ഡോക്ടറോട് പറയാണ്, ഞാൻ എൻ്റെ അനുയായികൾക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്, അവരുടെ ജീവിതത്തിൽ അവർ പ്രാക്ടിക്കലായി കൊണ്ട് നടക്കുന്നുണ്ട്. നിങ്ങൾ വിശന്നാലല്ലാതെ ഭക്ഷണം കഴിക്കരുത്, വിശപ്പുണ്ടായാലല്ലാതെ ഭക്ഷണം കഴിക്കരുത്. ഭക്ഷണം കഴിക്കണമെങ്കിൽ വിശപ്പുണ്ടാകണം. ഇന്ന് നമ്മൾ ആലോചിച്ച് നോക്കും, നമ്മുടെ ഭക്ഷണ രീതി എന്താണ്? വിശപ്പുണ്ടായിട്ട് ഭക്ഷണം കഴിക്കുക എന്നുള്ളതല്ല, കിട്ടുമ്പോഴെല്ലാം ഭക്ഷണം കഴിക്കുക എന്നതാണ് നമ്മുടെ രീതി. അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഞാൻ എൻ്റെ അനുയായികൾക്ക്, എൻ്റെ സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്തത് നിങ്ങൾ വിശക്കുമ്പോൾ ഭക്ഷണം കഴിക്കണം എന്നതാണ്. വിശക്കുമ്പോൾ ഭക്ഷണം കഴിച്ചാൽ ആ ഭക്ഷണത്തെ ഡൈജസ്റ്റേഷൻ സംവിധാനം ഉറപ്പുവരുത്താൻ ശരീരത്തിന് കഴിയും. ശരീരത്തിന് ആവശ്യമായ പോഷകഘടകങ്ങൾ ശരീരത്തിന് സ്വീകരിക്കാൻ കഴിയും, അത് ദഹിപ്പിക്കാൻ കഴിയും. അതെൻ്റെ സ്വഹാബത്തിന് ഞാൻ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ഓരോന്നും വിശദമായി പറയേണ്ടതാണ്, ഞാനതിലേക്ക് കടന്നു പോകുന്നില്ല. രണ്ടാമത് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ഡോക്ടറോട് പറയാണ്, ഞാൻ രണ്ടാമത് എൻ്റെ സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്തത്, ഇനിയും ഭക്ഷണം ആവശ്യമുണ്ടെന്ന് തോന്നുമ്പോൾ, ഇനിയും കിട്ടിയാൽ കഴിക്കാമെന്ന് തോന്നുന്ന ഒരവസ്ഥയിലെത്തുമ്പോൾ ഭക്ഷണം കഴിക്കൽ നിർത്തണം. വയറ് നിറയെ ഭക്ഷണം കഴിക്കരുത്. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടില്ലേ, വയറിനെ 3 ആക്കി തിരിക്കണം. ഒരു ഭാഗം ഭക്ഷണം, ഒരു ഭാഗം വെള്ളം, ഒരു ഭാഗം ഫ്രീ ആക്കി വെക്കണം. എന്ന് പറഞ്ഞാൽ വയറ് നിറയെ ഭക്ഷണം കഴിക്കുന്ന സാഹചര്യം ഉണ്ടാകാൻ പാടില്ല. എന്തേ ഉണ്ടാവാവൂ? നിനക്ക് ഇനിയും ഭക്ഷണം കിട്ടിയാൽ കഴിക്കാൻ കഴിയും എന്ന ഒരവസ്ഥ എത്തുമ്പോൾ ഭക്ഷണം കഴിക്കൽ നിർത്തിക്കളയണം. ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കാൻ, നമ്മുടെ ഭക്ഷണ രീതിയിൽ, നമ്മുടെ ഫുഡിംഗ് സിസ്റ്റത്തിൽ തന്നെ മാറ്റം വന്നു. നമ്മുടെ ചെറിയ മക്കൾ വളർന്നു വരുമ്പോൾ അവരുടെ വയറ് നിറയെ ഭക്ഷണം കൊടുത്തിട്ടാണ് എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ നമ്മൾ നമ്മുടെ മക്കളെ വളർത്തിയെടുക്കുന്നത്. ചെറുപ്പം മുതലേ നമ്മൾ ശീലിപ്പിച്ചു കൊടുക്കുന്നത് അതാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് 4 വയസ്സുള്ള കുട്ടിക്ക് ഷുഗറാണ്, കൊളസ്ട്രോളാണ്. എത്ര ചെറിയ ചെറിയ കുട്ടികളാണ് രോഗത്തിന്റെ അഡിക്റ്റുകളായി മാറുന്നത്. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു തന്ന മാതൃകകൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടു നടന്നാൽ അവിടെ സമാധാനവും ശാന്തിയും ആരോഗ്യവും സന്തുഷ്ടിയും നിലനിർത്താൻ കഴിയുമെന്നത് ഈ കാലഘട്ടത്തിൽ പൊതുസമൂഹത്തിന് ബോധ്യപ്പെടുത്തേണ്ടതാണ്. ഞാൻ വിശാലമായ വിഷയങ്ങളിലേക്ക് കടന്നു പോകുന്നില്ല. എത്രയോ റോൾ മോഡലുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് പറയാണ്ട്, അവിടുത്തെ മാതൃകകൾ നമ്മുടെ മുന്നിൽ വരച്ചു കാണിച്ചു തരുന്നുണ്ട്. ഒരൊറ്റ കാര്യം കൂടെ പറയുകയാണ്, അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൃത്യമായി ജോലി ചെയ്യുന്നതിനെ കുറിച്ച് മാതൃക പറഞ്ഞു തന്നിട്ടുണ്ട്. കൃത്യമായ ജീവിതശൈലികൾ രൂപപ്പെടുത്തുന്നതിനെ കുറിച്ച് അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഒരാൾ നല്ല ആരോഗ്യമുള്ള ഒരു മനുഷ്യൻ, അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ അനുയായികളും ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിലൂടെ അങ്ങനെ നടന്നു പോകാൻ. നല്ല ആരോഗ്യമുള്ള മനുഷ്യനാണ്, നല്ല ആരോഗ്യമുള്ള മനുഷ്യനാണ്. 100 കണക്കിന് അദ്ദേഹത്തിൻ്റെ അനുയായികൾ, അവരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബത്തിൻ്റെ മുന്നിലൂടെ അങ്ങനെ നടന്നു പോയപ്പോൾ സ്വഹാബത്തിൻ്റെ കൂട്ടത്തിൽ നിന്ന് ഏതോ ഒരു സ്വഹാബി പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ ആരോഗ്യം മുഴുവനും ഇസ്ലാമിന് വേണ്ടി യുദ്ധക്കളത്തിൽ പോയി ഷഹീദായി യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് അയാളും അയാളുടെ അനുയായികളും ഉപയോഗപ്പെടുത്തിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ നിന്ന് ഏതോ ഒരു സ്വഹാബി പറഞ്ഞപ്പോൾ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സ്വഹാബിയോട് തിരുത്തി കൊടുക്കുകയാണ്, ഓ പ്രിയപ്പെട്ട മോനെ, അങ്ങനെ മാത്രം പറയരുത്. ഇസ്ലാമിന്റെ അടുക്കളത്തിലേക്ക് ആളുകൾ ആവശ്യമാണ്, പക്ഷേ അതുമാത്രമല്ല എത്രയോ നല്ലത്. എന്നിട്ട് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഇൻ കാന ഖറജ യസ്ആ ലാ വലദിഹി സിഗാരൻ ഫഹുവ ഫീ സബീലില്ലാഹ്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ മനുഷ്യന്റെ ആരോഗ്യത്തെ കൃത്യമായി ഉപയോഗപ്പെടുത്താനുള്ള വഴികൾ പറഞ്ഞു കൊടുക്കാൻ, അദ്ദേഹത്തിന് ചെറിയ മക്കളുണ്ട്, അദ്ദേഹത്തിന് കുടുംബമുണ്ട്,
ആ കുടുംബത്തെയും തൻ്റെ ചെറിയ മക്കളെയും പോറ്റാൻ വേണ്ടിയിട്ട് രാവിലെ മുതൽ അദ്ദേഹത്തിന്റെ ആരോഗ്യം കൊണ്ട് അയാൾ ജോലിക്ക് പോയാൽ അതും വഹുവ ഫീ സബീലില്ലാഹ്, അവൻ അല്ലാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നവനു സമാനമാണ്. ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്. എന്നിട്ട് പറയാണ് വഇൻ കാന ഖറജ യസ്ആ അല അബവൈഹി ശൈഖൈനി കബീറൈനി ഫഹുവ ഫീ സബീലില്ലാഹ്. രണ്ടാമത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുകയാണ്, യുദ്ധക്കളത്തിൽ പോയി യുദ്ധം ചെയ്യലോ മാത്രമല്ല, ആ മനുഷ്യൻ തൻ്റെ വാർദ്ധക്യമെത്തിയ ഉപ്പക്കും ഉമ്മക്കും വേണ്ടിയിട്ട്, അവർക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ട്, അവരെ നോക്കാൻ വേണ്ടിയിട്ട് നല്ല ജോലി ചെയ്യാൻ അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തെ ഉപയോഗപ്പെടുത്തുന്നുണ്ടോ, ഫഹുവ ഫീ സബീലില്ലാഹ്, അവനും അള്ളാഹുവിൻ്റെ മാർഗത്തിലാണ്. ഈ രൂപത്തിൽ അള്ളാഹുവിൻ്റെ ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓരോ നല്ല നല്ല മാർഗങ്ങൾ പറഞ്ഞു കൊടുത്തിട്ട് അവസാനം പറയാണ് വഇൻ കാന ഖറജ യസ്ആ റിആഅൻ വമുഫാഖറതൻ ഫഹുവ ഫീ സബീലി ശൈത്വാൻ. എന്നാൽ അദ്ദേഹത്തിൻ്റെ ആരോഗ്യം, അദ്ദേഹത്തിൻ്റെ മസിൽ പവർ അത് മാത്രം ജനങ്ങൾക്ക് കാണിച്ചു കൊടുത്ത് അയാളൊരു തൻ്റെടിയാണെന്നും ആരോഗ്യമുള്ളവനാണെന്നും ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ നടന്നാലോ ഫഹുവ ഫീ സബീലി ശൈത്വാൻ, അവൻ പൈശാചിക മാർഗത്തിലാണ്. ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കാൻ. അപ്പോൾ ഈ ഹദീസിലൂടെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു തരുന്നത് എന്താണ്? തൻ്റെ ആരോഗ്യത്തെ എങ്ങനെ ഉപയോഗപ്പെടുത്തണം, തൻ്റെ കുടുംബത്തിന്, തൻ്റെ മക്കൾക്ക്, തൻ്റെ പ്രിയപ്പെട്ട ഉമ്മയ്ക്ക്, വാപ്പയ്ക്ക് വേണ്ടിയിട്ട് നല്ല ജോലി കണ്ടുപിടിച്ച് ഹലാലായ മാർഗത്തിലൂടെ ജോലി ചെയ്ത് ജീവിതം പുഷ്ടിപ്പെടുത്താൻ അവൻ്റെ ആരോഗ്യത്തെ ഉപയോഗപ്പെടുത്തിയാലും അവനും വലിയ പ്രതിഫലം അള്ളാഹു നൽകുന്നുണ്ട് എന്ന് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. നമുക്ക് അള്ളാഹു നൽകിയ ആരോഗ്യം കൃത്യമായി നമ്മുടെ സമൂഹത്തിന് വേണ്ടിയിട്ട്, സമൂഹത്തിലെ പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ട്, അതുപോലെ നാം ചെലവ് കൊടുക്കേണ്ട നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടിയിട്ട്, നമ്മുടെ പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട് ചെലവഴിക്കാൻ നമുക്ക് കഴിയണം. അല്ലാതെ നിഷ്ക്രിയരായ ഒരു സമൂഹത്തെ രൂപപ്പെടുത്താനല്ല നാം ശ്രമിക്കേണ്ടത് എന്നെൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട് ഓർമ്മപ്പെടുത്തുകയാണ്. ഇങ്ങനെ എടുത്തു പരിശോധിച്ചു നോക്കിയാൽ ഏതു മേഖലയിലും ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൃത്യമായ മാതൃകകൾ കാണിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് സയന്റിസ്റ്റുകൾ പറഞ്ഞത് ദി ഓൺലി ടീച്ചർ ഫേസ്ഡ് ദി പ്രോബ്ലംസ് ഓഫ് ഹ്യൂമാനിറ്റി ഈസ് ദ പ്രോഫറ്റ് ഓഫ് ഇസ്ലാം. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സയൻസ് എത്ര വളർന്നാലും, ടെക്നോളജി എത്ര പുരോഗമിച്ചാലും, ഒരു കാലഘട്ടം എത്ര വളർന്നു പോയാലും ആ കാലഘട്ടങ്ങൾക്ക് മുഴുവനും ഒരു തുല്യതയില്ലാത്ത ടീച്ചറാണ് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അതുകൊണ്ട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു തന്ന മാതൃകയിലേക്ക് നമ്മുടെ സമൂഹം, പ്രത്യേകിച്ച് വിശ്വാസി സമൂഹം തിരിച്ചു വരേണ്ട സമയം അതിക്രമിച്ചിട്ടുണ്ട്. നാം ആ രൂപത്തിലൂടെ നമ്മുടെ സമൂഹത്തിന് അവബോധം നൽകുകയും ദിശാബോധം നൽകുകയും ചെയ്യുക. നാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു തന്ന സുന്നത്തുകളെ, അവിടുന്ന് പഠിപ്പിച്ചു തന്ന മാതൃകകളെ ജീവിതത്തിൽ പരമാവധി പകർത്താൻ ശ്രമിക്കുക. എല്ലാ മേഖലകളിലും, ഉറങ്ങാൻ കിടക്കുമ്പോൾ, ഉണരുമ്പോൾ, അതുപോലെ ജോലിയിലേക്ക് പ്രവേശിക്കുമ്പോൾ, നമ്മുടെ കുടുംബത്തോട് സമീപിക്കുമ്പോൾ, എല്ലാ മേഖലകളിലും ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉസ്വത്തുൻ ഹസന, നല്ല ഉത്തമ മാതൃകയാണ്. ആ മാതൃക ജീവിതത്തിൽ പകർത്താൻ റഹ്മാനായ റബ്ബ് നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് പ്രത്യേകമായി ദുആ ചെയ്തുകൊണ്ട് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കാനും ധാരാളം സ്വലാത്ത് ചൊല്ലാനും മഹബ്ബത്ത് വെക്കാനും അവിടുന്ന് പഠിപ്പിച്ചു തന്ന ആശയങ്ങൾ ജീവിതത്തിൽ പകർത്താനും ഞാനടക്കം നമ്മളെല്ലാവരും ശ്രമിക്കണം എന്ന് ഓർമ്മപ്പെടുത്തി എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മഹദർശനത്തിൻ്റെ സുഗന്ധം പകർന്ന മദീന മുനവ്വറയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന വിശ്വമോചകന്റെ ജീവിതരേഖകൾ വരച്ചു കാട്ടിയ മുഹമ്മദ് അലി ബുഖാരി ഉസ്താദ് അവർക്ക് ഹിദായയുടെ എല്ലാവിധ കൃതജ്ഞതകളും രേഖപ്പെടുത്തുന്നു. മെഗാ സെലിബ്രേഷനിൽ ഗാനമാലപിച്ച റിൻഷാദ് എന്ന വിദ്യാർത്ഥിക്ക് ഒരു ക്യാഷ് അവാർഡ് വിതരണം ചെയ്യുന്നു. വിതരണം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ അബ്ദുറഹ്മാൻ സാർ
ഏറ്റുവാങ്ങുന്നതിന് റൻഷാ എന്ന വിദ്യാർത്ഥിയെയും സാദരം ക്ഷണിക്കുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. بسم الله الرحمن الرحيم إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما فلما آن أوان مولده الكريم وحان مقدمه الشريف العظيم سأشاء الإشارة بالبشارة لأهل الأرض أجمعين وما أرسلناك إلا رحمة للعالمين فعند ذلك حفت بأمه آمنة رضي الله عنها الملائكة الأبرار تحجبها بأجنحتها عن أعين الأخيار فوقف عن يمينها ميكائيل عليه السلام وبين يديها جبرائيل عليه السلام ولهم زجل بالتسبيح والتقديس والتهليل للملك الجليل وأقبلت الحور العين إلى أمه آمنة رضي الله عنها تبشرها بأنها من جميع المخاوف آمنة وتنوب عن الكوابر البشرية وتبشرها بسعادة الأبدية والغرة القمرية والطلعة المحمدية أخذها المخاض واستد بها آلامه فولدت النبي صلى الله عليه وسلم كأنه البدر في تمام صلى الله على سيدنا محمد صلى الله على سيدنا محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم يا نبي سلام عليكم يا رسول سلام عليكم يا حبيب سلام عليكم صلوات الله عليكم أشرق البدر علينا فاختفت منه البدور مثل حسنها رأينا قد يا وجه سروري يا نبي سلام عليكم يا رسول
رسول سلام عليكم يا حبيب سلام عليكم صلوات الله عليكم أنت شمس أنت بدر أنت نور فوق نوري أنت إكسير وغالي أنت مصباح صدوري يا نبي سلام عليكم يا رسول سلام عليكم يا حبيب سلام عليكم صلوات الله عليكم يا حبيبي يا محمد يا عروس الخافقين يا مؤيد يا ممجد يا إمام القبلتين يا نبي سلام عليكم يا رسول سلام عليكم يا حبيب سلام عليكم صلوات الله عليكم من رأى وجهك يسعد يا كريم الوالدين حوضك الصافي المبرد وردنا يوم النشور يا نبي سلام عليكم يا رسول سلام عليكم يا حبيب سلام عليكم صلوات الله عليكم ما رأينا العيسى هنت في السرى إلا إليك والغمام قد أظلت والملا صلوا عليك يا نبي سلام عليكم يا رسول سلام عليكم يا حبيب سلام عليكم صلوات الله عليكم وأتاك العود يبكي واعتذلل بين يديك واستجارك يا حبيبي عندك اللبي النفور يا نبي سلام عليكم يا رسول سلام عليكم يا حبيب سلام عليكم صلوات الله عليكم حينما شدوا المحامل وتنادوا للرحيل جئتهم والدمع سائل قلت قف لي يا دليل يا نبي سلام عليكم يا رسول سلام عليكم يا حبيب سلام عليكم صلوات الله عليكم وتحمل لي رسائل أيها الشوق الجزيل نحوها تلك المنازل يا رسول الله
في العشايا والبكور يا حبيب الله يا نبي سلام عليكم يا رسول سلام عليكم يا حبيب سلام عليكم يا رسول الله صلوات الله عليكم يا حبيب الله كل من في الكون هام فيك يا باهي الجبين ولهم فيك غرام يا رسول الله واشتياق وحنين يا حبيب الله مرحبا يا نور عيني مرحبا جد الحسين مرحبا أهلا وسهلا يا رسول الله مرحبا يا خير داعي يا حبيب الله في معانيك الأنام قد تبدت حائرنا أنت للرسول ختام يا رسول الله أنت للمولى شكور يا حبيب الله يا نور عيني مرحبا جد الحسين مرحبا أهلا وسهلا يا رسول الله مرحبا يا خير داعي يا حبيب الله مرحبا 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 يا نور عيني مرحبا 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 جد الحسين مرحبا مرحبا عبدك المسكين يرجو مرحبا مرحبا فضلك الجم الغفير مرحبا 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 يا نور عيني مرحبا 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 جد الحسين مرحبا مرحبا فيك قد أحسنت ظني مرحبا مرحبا يا بشير يا نذير مرحبا 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 يا نور عيني مرحبا 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 جد الحسين مرحبا مرحبا فأغثني وأجرني مرحبا مرحبا يا مجير من السعير مرحبا 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 يا نور عيني مرحبا 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 جد الحسين مرحبا مرحبا يا غياثي يا ملاذي مرحبا مرحبا في ملمات الأمور مرحبا 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 يا نور عيني مرحبا مرحبا مرحبا
منك أصلا قد يا جد الحسين فعليك الله سلام دائما طول الدهور الصلاة والسلام عليك يا رسول الله الصلاة والسلام عليك يا حبيب الله ഇവർ വന്നിതാ പാപഭാരങ്ങൾ തീർത്ത് നെഞ്ചകം റഹ നൽകണേ സയ്യിദി അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് الصلاة والسلام عليك يا حبيب الله محشر മണ്ണിൽ എത്തും നേരത്ത് കൈവേടിയല്ലേ യാ നബി മൗത്തിൻ നേരത്തും ഉമ്മത്തി എന്നൂരത്തോരാണെൻ്റെ വാരിദി അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ് ഹൗലിൻ പാനവും നൽകണേ ഞങ്ങളെ സ്വർഗത്തിലൊന്നായി ചേർക്കണേ അതിമോഹമാണെന്നറിയാം തങ്ങളെ കൈപിടിക്കണം സയ്യിദി അസ്സലാത്തു വസ്സലാമു
عليك يا رسول الله الصلاة والسلام عليك يا حبيب الله يا ولي الحسنات يا رفيع الدرجات صلى الله على محمد صلى الله عليه وسلم كفرا عني ذنوبي غافرا لسيئاتي صلى الله على محمد صلى الله عليه وسلم أنت غفار الخطايا والذنوب الموبقات صلى الله على محمد صلى الله عليه وسلم أنت ستار المساوي ومقيل العثرات صلى الله على محمد صلى الله عليه وسلم عليم السر وأخفى مستجيب الدعوات صلى الله على محمد صلى الله عليه وسلم نبي മുഹ്തൽ നബിയേ നബിമാരിലുള്ള തണിയേ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ശഫാഅത്തല്ലാതെ ഞങ്ങളിലില്ല ഷഫീഅ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ربنا ارحمنا جميعا لجميع الصالحات ربنا ارحمنا جميعا لجميع الصالحات ربنا ارحمنا جميعا لجميع الصالحات آمين 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 يا رب العالمين صلاة وتسليم وأزكى تحيتي على المصطفى صلوا عليه وسلموا അള്ളാഹു സുബ്ഹാനഹു വതആല നാം ചൊല്ലിയ സ്വലാത്തുകളൊക്കെ നമ്മിൽ നിന്ന് സ്വീകരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദറത്തിലേക്ക് എത്തിക്കുമാറാവട്ടെ. മുഴുവൻ അമ്പിയാക്കളുടെയും ഔലിയാക്കളുടെയും അർവാഹുകളിലേക്ക് എത്തിക്കുമാറാവട്ടെ. അവിടുത്തെ ഒക്കെ തിരുനോട്ടം ലഭിക്കുന്ന സമൂഹത്തിൽ നമ്മെയും നമുക്ക് ബന്ധപ്പെട്ട മുഴുവൻ ആളുകളെയും അള്ളാഹു ഉൾപ്പെടുത്തുമാറാവട്ടെ. ഇത്തരം പരിപാടികളെ കൊണ്ട് നമ്മുടെ ദോഷങ്ങൾ അള്ളാഹുത്തല പൊറുക്കുമാറാവട്ടെ. മാരക രോഗങ്ങളെ തൊട്ടും വാഹന അപകടങ്ങളെ തൊട്ടും പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ടും നമ്മെയും നമുക്ക് ബന്ധപ്പെട്ട മുഴുവൻ ആളുകളെയും അള്ളാഹു കാക്കുമാറാവട്ടെ. ഈ മാരക രോഗം അള്ളാഹുത്തല എത്രയും പെട്ടെന്ന് ലോകത്ത് നിന്ന് ഇല്ലായ്മ ചെയ്ത് പൂർവ്വസ്ഥിതിയിലേക്ക് നമ്മുടെ വിദ്യാലയങ്ങളും പഠനങ്ങളും ഒക്കെ എത്തുന്നൊരു സാഹചര്യം അള്ളാഹുത്തല നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ നൽകുമാറാവട്ടെ.
ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين صلى الله عليه وسلم. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനാദരവുകൾ നിറഞ്ഞ യോഗത്തിൻ്റെ അധ്യക്ഷൻ, ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ, സദർ ഉസ്താദ്, മറ്റു ഉസ്താദുമാരെ, നമ്മൾ രാവിലെ ആരംഭിച്ച ഈ പരിപാടി ഇവിടെ മൗലിദോടുകൂടി സമാപിക്കുകയാണ്. ഈ പരിപാടിയിൽ അധ്യക്ഷത വഹിച്ച ഈ സ്ഥാപനത്തിൻ്റെ മാനേജർ ബഹുമാനപ്പെട്ട അഷ്റഫ് മൗലവിക്ക് പ്രത്യേകമായ നന്ദി അറിയിക്കുന്നു. അതുപോലെ ഈ യോഗത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച അൽഹിദായ ട്രസ്റ്റിൻ്റെ ചെയർമാൻ, ജനറൽ സെക്രട്ടറി ബഹുമാനപ്പെട്ട കൊമ്പം KP മുഹമ്മദ് മുസ്ലിയാർ, അതുപോലെ ഇവിടെ പങ്കെടുത്ത് സംസാരിച്ച ട്രസ്റ്റ് മെമ്പേഴ്സ്, ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ, എല്ലാവർക്കും, പങ്കെടുത്ത ഉസ്താദുമാർ, സദർ മുഅല്ലിം, അതുപോലെ ഈ പരിപാടി ഓൺലൈനായി വീക്ഷിച്ച മുഴുവൻ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും പ്രത്യേകമായ നന്ദി രേഖപ്പെടുത്തുന്നു. മുഖ്യപ്രഭാഷണം നടത്തിയ ബഹുമാനപ്പെട്ട മുഹമ്മദ് അലി ബുഖാരി പുത്തൂർ ഉസ്താദിന് പ്രത്യേകമായ നന്ദി ആശംസിച്ചുകൊണ്ട് 3 സ്വലാത്തോടുകൂടി ഈ മഹത്തായ വേദി അവസാനിപ്പിച്ചതായി അറിയിക്കുന്നു. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി.